തങ്ങൾ എപ്പോഴും പുഞ്ചിരിക്കുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിൽ പുക ഉയരാറില്ല, പക്ഷെ നബി പുഞ്ചിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. കാണുന്നവർക്ക് മുഴുവനും പോസിറ്റീവ് വൈബുകൾ നബി തങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ. ഹി വാസ് സ്പ്രെഡിങ് പോസിറ്റിവിറ്റി അക്രോസ് നേഷൻസ്. നബി തങ്ങളുടെ നാട്ടിൽ മാത്രം എല്ലാ നാട്ടുകാർക്കും സ്മൈൽ ആൻഡ് ഹാപ്പിനെസ്, ഇതായിരുന്നു ഹബീബായ നബി തങ്ങൾ കൊടുത്തിരുന്നത്, സന്തോഷവും പുഞ്ചിരിയും. അതൊരു സ്വതക്കയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ലോകത്ത് മനുഷ്യനെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന വിധമാണ് സൃഷ്ടിച്ചത്. അത് റബ്ബിന്റെ തീരുമാനമാണ്. പക്ഷെ ഒരൊറ്റ കാര്യമാണ് അല്ലാഹു നോക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹ് ഫജഅൽനാഹു സമീഅൻ ബസീറാ. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫ. മനുഷ്യനെ നാം പടച്ചത് ഒരു സ്പേം സെല്ലിൽ നിന്നാണ്, ഒരു നുത്ഫയിൽ നിന്നാണ്. സ്പേം സെൽ, ബീജത്തിന്റെ ശുക്ലത്തിന്റെ ഒരു കോശത്തിൽ നിന്ന്. ഒരു സമയം പുരുഷനിൽ നിന്ന് സ്ത്രീയുടെ ഗർഭാശയത്തിലേക്ക് അല്ലെങ്കിൽ യൂട്രസിലേക്ക് കടന്നു പോകാനിടയുള്ള സ്പേം സെല്ലുകൾ ദശലക്ഷക്കണക്കിനാണ്. അതെല്ലാം കുട്ടിയാവാൻ നിന്ന ഒറ്റ വയറ്റിൽ തന്നെ 10 ലക്ഷം കുട്ടികൾ ഉണ്ടാവും. പക്ഷെ അതിൽ 1, ചിലപ്പോൾ 2, ചിലപ്പോൾ 3 കുട്ടികൾ, ട്രിപ്ലെറ്റ്സ് എന്ന് പറയുമ്പോൾ. 2ആവുമ്പോൾ അവർ ഇരട്ടകളാണെന്ന് പറയും. 1 അധികം ഉണ്ടാവാറുള്ളൂ. ഈ 1 ഉണ്ടാവുന്ന 10 ലക്ഷം കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യതയിൽ നിന്ന് ഒരു കോശാണ് അണ്ഡവുമായി കൂടിച്ചേർന്ന് നുത്ഫത്തിൻ അംഷാജിൻ. അതിനാണ് സയൻസിൽ സൈഗോട്ട് എന്ന് പറയാം. സൈഗോട്ട്സ് 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാൻ പറ്റും എന്താണ് സൈഗോട്ട്സ്. എഗ്ഗും സ്പേം സെല്ലും കൂടിക്കലർന്നുണ്ടാകും. അതിന് ഖുർആൻ പറഞ്ഞ പേരാണ് നുത്ഫത്തിൻ അംഷാജ്. ഇതൊക്കെ ഭ്രൂണശാസ്ത്രം അള്ളാഹുവിന്റെ ഖുർആൻ ചർച്ച ചെയ്തു. ഇതൊക്കെ സയൻസ് തുടങ്ങിപ്പടിക്കുന്നതിന്റെ മുമ്പ് തന്നെ. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫ. നമ്മുടെ കണ്ണുകൊണ്ട്, നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയാത്തതാണ് ഒരു സ്പേം സെൽ എന്ന് പറയുന്നത്. ഒരു കുട്ടി ഉണ്ടാവുന്ന ഒരു ദ്രാവകം, ആ ദ്രാവകത്തിന്റെ ഏറ്റവും ചെറിയൊരു സാധനം, അത് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ആ ദ്രാവകത്തിനുള്ളിൽ അള്ളാഹു ഒരുപാട് ഹെറിഡിറ്ററിയായ ജനറ്റിക് ബിഹേവിയർ, അതിന്റെ കോഡിങ് അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ്. ആ ഒരു കോശം വാപ്പയുടേത് ഉമ്മയുടെ അണ്ഡവുമായി കൂടിച്ചേരുമ്പോഴാണ് വിശേഷമുണ്ട് എന്ന് പറയാം. വിശേഷമുണ്ട് എന്നൊക്കെ പറയാൻ 2 വാക്ക് മതി. വിശേഷമുണ്ട്. എന്തൊക്കെ നടക്കണം? ആ അണ്ഡവും ബീജവും തമ്മിൽ കൂടിച്ചേർന്ന് ഗർഭാശയത്തിൽ അള്ളിപ്പിടിച്ച് കയറി പിടിക്കണം, രക്തം ഊറ്റി കുടിക്കണം. അപ്പൊ അല്ലാഹു അതിനെ അലഖത്ത് എന്ന് വിളിച്ചു. ലീച്ച് എന്ന് പറഞ്ഞ അട്ട എന്നാണ്. അട്ടക്ക് അലഖ് എന്ന് അറബിയിൽ പറയും. ഖുർആൻ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഹി ക്രിയേറ്റഡ് മാൻ ഫ്രം എ ലീച്ച് ലൈക്ക് സബ്സ്റ്റൻസ്. ഒരു അട്ടയെ പോലെ തോന്നുന്ന സാധനത്തിൽ നിന്നാണ് അല്ലാഹു, അതായത് രക്തപിണ്ഡത്തിൽ നിന്ന് അല്ലാഹു മനുഷ്യനെ പടച്ചു. മോറിസ് ബുക്കായി, ആൾക്ക് മനസ്സിലായി. അയാൾ ഖുർആൻ എടുത്ത് പരിശോധന. അദ്ദേഹം സൗദി അറേബ്യയിൽ ജോലി ചെയ്ത ആളാണ്. അദ്ദേഹം ഇസ്ലാമിനെ സംബന്ധിച്ച് അറിഞ്ഞ് പഠിച്ചപ്പോൾ ആദ്യം കണ്ട വാക്കിതാണ്. ഖുർആനിൽ ആദ്യം ഇറങ്ങിയ ആയത്തേതാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. Read in the name of thy Lord. Read in the name of your Lord who created man from min alaq, from a leech like substance. അട്ടയെപ്പോലെ തോന്നുന്ന ഒരു സാധനത്തിലൂടെയാണ് അതാണ് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഉറവിടം. തുടക്കം അങ്ങനെയാണ്. അട്ട ഒട്ടിപ്പിടിക്കുന്ന സാധന. ഗർഭാശയ ഭിത്തിയിൽ ഒരട്ടയെപ്പോലെ തോന്നിപ്പിക്കുന്ന ഒരു രക്തകഷ്ണമായിരുന്നു നമ്മളൊക്കെ ഉമ്മയുടെ ഗർഭാശയത്തിൽ. ഗർഭധാരണം നടന്ന ആദ്യത്തെ 2-3 ആഴ്ചകൾ അത് രക്തം കുടിക്കും, അട്ടയും കുടിക്കും രക്തം. ഖുർആൻ ഉപയോഗിച്ച വാക്കത. അന്നപ്പോൾ ഇത് കാണാൻ സ്കാനിങ് സെന്ററുകളില്ല, MRI ഇല്ല, അൾട്രാസൗണ്ട് സംവിധാനങ്ങളില്ല. പക്ഷെ ഖുർആൻ പറഞ്ഞു മിൻ അലഖ്, അലഖിൽ നിന്നാണ് പഠിച്ചത്. അപ്പോൾ അദ്ദേഹം പഠിക്കുകയാണ്, പഠിച്ചവനെ ഒരു മൈക്രോസ്കോപ്പ് പോലും ഇല്ലാത്ത കാലം, ഒരു ലെൻസ് പോലും ഇല്ലാത്ത കാലം, ഗർഭാശയ ഭിത്തിയെ പരിശോധിക്കാൻ ഒന്നുമില്ലാത്ത കാലം, ഒരു മനുഷ്യക്കുഞ്ഞ് ജനിച്ചു വരുന്നത് ഒരു അട്ടയുടെ രൂപത്തിലാണ് എന്ന് പറയാൻ മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് എങ്ങനെ സാധിച്ചു? അൺലെസ് ഇറ്റ് ഈസ് എ റെവലേഷൻ ഫ്രം അല്ലാഹ്. അതുകൊണ്ട് ഇത് തീർച്ചയായും അള്ളാഹു നൽകിയതായിരിക്കണം. അങ്ങനെ ഇസ്ലാം സ്വീകരിച്ച ഫ്രഞ്ച് പണ്ഡിതനാണ് മോറിസ് ബുക്കായി. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ കാരണം അലഖ് എന്ന് പറഞ്ഞ ഈ ഒരു പഠനമാണ്. അതിന് അട്ട എന്ന് അർത്ഥമുണ്ട്, രക്തപിണ്ഡം എന്ന് അർത്ഥമുണ്ട്. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹ്. മനുഷ്യനെ നാം സൈഗോട്ടിൽ നിന്നാണ് പടച്ചത്. ഉമ്മയുടെ അണ്ഡവും പുരുഷന്റെ ബീജവും കൂടിച്ചേർന്നുണ്ടാകുന്ന മാംസകഷ്ണം. വിവിധ ഘട്ടങ്ങളെ പറ്റി ഖുർആൻ പറഞ്ഞു. എന്തിനെന്നറിയോ? വാട്ട് ഇസ് ദ ഒബ്ജക്റ്റീവ്? എന്താണ് ഇതിന്റെ ലക്ഷ്യം? നബ്തലീഹ്. മനുഷ്യനെ നാം
പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യനെ പരീക്ഷിക്കാനാണിത്, പരീക്ഷിക്കാനാ ജീവിതം കൊടുത്തത്. എന്നിട്ട് സ്വർഗവും തിന്മയാണ് ചെയ്തതെങ്കിൽ അതിന് നരകവും. പക്ഷേ അങ്ങ് പരീക്ഷണം മാത്രമോ? ഫജഅൽനാഹു സമീഅൻ ബസീറാ. അങ്ങനെ മനുഷ്യന് കാണാനുള്ള കണ്ണുകളും കേൾക്കാനുള്ള കാതുകളും നാം നൽകിയല്ലോ. ഇതിൽ ആദ്യം പറഞ്ഞത് ഫജഅൽനാഹു സമീഅൻ ബസീറാ, കേൾക്കുന്നവനായും കാണുന്നവനായും മനുഷ്യനെ നാം പടച്ചു. കേൾവിയും കാഴ്ചയും എന്ന് പറയുമ്പോൾ അള്ളാഹു ആദ്യം പറയുന്നത് കേൾവിയാണ്, പിന്നെ കാഴ്ചനെ പറ്റി പറയുള്ളൂ. അതിലെന്തൊരു ഹിക്മത്തുണ്ടല്ലോ. എന്തായിരിക്കും? ആദ്യം കേൾവി അള്ളാഹു പറയാം, പിന്നെ കാഴ്ചയെ പറ്റി പറയുള്ളൂ. ഇന്ന السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. ഇന്ന السمع والبصر, തീർച്ചയായും നിങ്ങളുടെ കേൾവിയും നിങ്ങളുടെ കാഴ്ചയും, വൽ ഫുആദ്, നിങ്ങളുടെ ചിന്തകളും, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ, ഇതിനെക്കുറിച്ചെല്ലാം നാളെ ചോദ്യമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ. എന്താ നിങ്ങൾ കാണുന്നത്? നിങ്ങളുടെ മൊബൈൽ ഫോണിൽ, നിങ്ങളുടെ ഗാഡ്ജറ്റിൽ എന്താ നിങ്ങൾ നോക്കുന്നത്? എന്താ നിങ്ങൾ കൂടുതൽ സമയം കേട്ടുകൊണ്ടിരിക്കുന്നത്? എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ ആലോചിക്കുന്നത്? ഇതൊക്കെ നാളെ ഉത്തരം പറയേണ്ടി വരുമെന്ന് വിശുദ്ധ ഖുർആൻ. സ്വഹാബികൾ പേടിച്ചു പോയി. പറയുന്നിടത്തൊക്കെ കേൾവി എന്നാണ് അള്ളാഹു ആദ്യം പറയാ, പിന്നെയാണ് കാഴ്ചയെ പറ്റി പറയാ. അതിന് രഹസ്യമുണ്ട്. ആർക്കെങ്കിലും അറിയോ? ഉത്തരം അറിയോ? ഒന്ന് കൈപ്പൊക്കിയട്ടെ. എന്തുകൊണ്ട് കേൾവി ആദ്യം, എന്തുകൊണ്ട് കാഴ്ച പിന്നെ? കോയങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കൂടെ ഉള്ള ആളാണ്. കോയ പഠിക്കുന്നുണ്ട്, വെറുതെ ഒരു ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോയ. അപ്പോൾ ഫജൽ ബേപ്പൂരുകാരനാ. കോയക്ക് ഉത്തരം അറിയില്ല. ലാസ്റ്റ് ഞാൻ ചോദിക്കാം, ആരും ഇല്ലെങ്കിലേ. കോയക്കാര് എന്തായാലും 500 രൂപ സമ്മാനം കിട്ടുമെന്ന് ഉറപ്പാ. അപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടോ? എന്തുകൊണ്ട്? എങ്ങനെ? ആദ്യം കേൾവിയാണ് നടക്കുന്നത്. എവിടെ? ഉമ്മയുടെ ഗർഭാശയത്തിലുള്ള കുട്ടിക്ക് കാഴ്ച ശക്തി കിട്ടുന്നതിന്റെ മുമ്പേ കേൾവി ശക്തി കിട്ടുന്നുണ്ട്. കാരണം പേരെന്താ? മോൻക അല്ലേ? പൊങ്ങല്ലൂർ മോൻകയാണ് പറഞ്ഞത്. അപ്പൊ സമ്മാനം കൊടുക്കണം. പോയ ഉണ്ടോ? ഷാഫിൻ്റെ അടുത്ത് ചോദിക്കും. അപ്പോ അതന്നെ അതിൻ്റെ ഉത്തരം. കാഴ്ച ശക്തി നമുക്ക് വർക്ക് ചെയ്യുന്നതിന്റെ മുമ്പ് കേൾവി ശക്തി വർക്ക് ചെയ്യാൻ തുടങ്ങും. കുട്ടി ഉമ്മാന്റെ ഗർഭാശയത്തിൽ കണ്ണു ചിമ്മി കിടക്കുക, കാണാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഉമ്മ ഖുർആൻ ഓതുന്നത് കുട്ടിക്ക് കേൾക്കാൻ പറ്റും. ഉമ്മ പാട്ട് പാടുകയാണെങ്കിൽ അത് കേൾക്കാൻ പറ്റും. ശബ്ദം എന്തായാലും, മ്യൂസിക് ആണെങ്കിലും പാട്ടാണെങ്കിലും സിനിമയാണെങ്കിലും കുട്ടിക്ക് കേൾക്കാൻ പറ്റുമെന്ന്. ഗർഭാശയത്തിലെ കുട്ടിക്ക് ചെവി വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഗർഭാശയത്തിൽ മക്കളുള്ള സമയത്ത് കുട്ടികളെയും ചുമന്ന് നടക്കുമ്പോൾ കൂടുതൽ ഖുർആനും ദിക്റുകളും നിങ്ങൾ ഓതണമേ എന്ന് പറയാൻ. കാരണം അതൊക്കെ അവർക്ക് കേൾക്കാൻ പറ്റും. മോൻക്ക് ബിസ്മില്ലാഹിർ റഹ്മാൻ വെരി 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 ബിസ്മില്ലാ മാഷാ അല്ലാഹ്. സിമാമക്കൻ്റെ ചെറിയ നിങ്ങളൊക്കെ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. ഞാൻ എൻ്റെ അടുത്ത് ഇവിടുത്തെ പൈസ ഇല്ല, ദുബൈത്തെ പൈസ കയ്യിൽ കൊണ്ട് അതുള്ള പൈസയിലുള്ളത്. നാളെ രാത്രി പോകും വേണം അങ്ങോട്ട് തന്നെ. അപ്പോൾ നമ്മുടെ സുഹൃത്തുണ്ട്, അവരുടെ അടുത്ത് വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കട്ടോ. ഞാൻ പേടിക്കണ്ട, അത് എൻ്റെ അക്കൗണ്ടിലാണ്. മാഷാ അല്ലാഹ്. പോയാ സമ്മാനം പോയിട്ടാ മൂപ്പർക്ക് പോയി. അടുത്ത ചോദ്യത്തിന് കാത്തിരിക്കാം. അപ്പോ സമഅ് നേരത്തെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഖുർആനിൽ കാഴ്ചയും കേൾവിയും എന്ന് പറയുന്നിടത്തൊക്കെ ആദ്യം കേൾവിയെ പറയാം. കുട്ടിക്ക് കേൾക്കാൻ പറ്റും. കുട്ടി ഭൂമിയിലേക്ക് വന്ന് ഏതാനും സെക്കൻഡുകൾ എടുക്കും കണ്ണു തുറക്കാൻ. പക്ഷെ ചെവി കേൾക്കും. ഉടനെ വാങ്ങുകൊടുക്കാൻ പറഞ്ഞു അല്ലേ? വാങ്ങുകൊടുക്കാൻ വേണ്ടി പറഞ്ഞു. വലത്തെ ചെവിയിൽ വാങ്ങും, ഇടത്തെ ചെവിയിൽ ഇഖാമത്തും. മെല്ലെ കൊടുക്കണം, ഉറക്കെ കൊടുക്കരുതേ. പള്ളിയിൽ നിന്ന് കൊടുക്കണമാര് കൊടുത്താൽ കുട്ടിയുടെ ചെവി പൊട്ടും. മെല്ലെ കൊടുക്കാൻ പാടുള്ളൂ. എന്തേ? കുട്ടിയുടെ ചെവി കേൾക്കുന്നുണ്ട്. പിന്നെ കുട്ടി കണ്ണു തുറന്നാൽ ഉമ്മയുടെ നെഞ്ചകമാ, ഉമ്മയുടെ മുഖമാണ് കുട്ടി കാണുക. അതിലും വലിയ കാഴ്ചയുള്ളത് എന്താ? ഉമ്മയല്ല, ഉമ്മയുടെ മുഖമല്ലാതെ എന്താ ലോകത്ത് പിന്നെ കാണാനുള്ളത്? പിന്നെ ഒരു നല്ല മനുഷ്യന്റെ കൈകളുണ്ട്. എന്ത് ചെയ്യണം? മധുരം കൊടുക്കണം. കുട്ടിക്ക് തഹ്നീക്ക് ചെയ്യണം. അപ്പൊ നല്ലൊരു ഭക്ഷണം വായിലേക്ക് കടന്നു. കണ്ടത് ഉമ്മയെയാണ്, കേട്ടത് അല്ലാഹു അക്ബറാണ്. വാങ്ങു ഇക്കാമത്തും കൊടുക്കും. പിന്നെ മരിച്ചാൽ പിന്നെ നിസ്കാരം. അതുകൊണ്ട് മയ്യത്ത് നിസ്കാരത്തിന് വാങ്ങു ഇക്കാമത്തില്ല. അത് ജനിച്ചപ്പോഴേ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് വാങ്ങു ഇക്കാമത്തും. പിന്നെ മരിച്ചു ജനാസ നിസ്കരിച്ചാൽ മതി. അല്ലാഹു അക്ബർ. നമ്മളെ വാങ്ങു ഇക്കാമത്തൊക്കെ കൊടുത്തിട്ടാ പോയി നമ്മൾ ഈ നടക്കുന്നത്. ഇനി വാങ്ങു ഇക്കാമത്ത് പോലും കൊടുക്കാൻ നേരം ഉണ്ടാവില്ല. നേരെ നിസ്കരിക്കലായിരിക്കും, മറവ് ചെയ്യുക. സുബ്ഹാനല്ലാഹ്. അല്ലാഹു ആ ദിവസം നമുക്കൊക്കെ സന്തോഷത്തിലാക്കി തരട്ടെ. അല്ലാഹുമ്മ ജഅൽ ഖൈറ അയ്യാമിനാ യൗമ നൽഖാക്. അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ആ ദിവസം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസമാക്കി തരട്ടെ.
അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം പറയുകയാണ്. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ ഇന്നാ ഹദൈനാഹു السبيل ഇമ്മാ ശാകിറാ വഇമ്മാ കഫൂറാ. മനുഷ്യന് നാം 2 വഴികളാണ് തുറന്നു കൊടുത്തത്. സൂറത്തുൽ ഇൻസാൻ, മനുഷ്യൻ എന്ന അർത്ഥമുള്ള സൂറത്താണത്. സൂറത്തുൽ ഇൻസാൻ 2-ാമത്തെ 3-ാമത്തെ ആയത്ത്. മനുഷ്യനെ നാം കേൾവിയും കാഴ്ചയും കൊടുത്തുകൊണ്ട് മനുഷ്യനെ നാം പരീക്ഷിക്കുകയാണ്. അവന് കാര്യങ്ങൾ കാണാൻ കഴിയും, കാര്യങ്ങൾ കേൾക്കാൻ കഴിയും. കേൾക്കുന്നതും കാണുന്നതും അവന്റെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാൻ കഴിയും. അതാണ് അവന്റെ ചിന്തകളായി മാറുന്നത്, അതാണ് അവന്റെ കർമ്മങ്ങളായി മാറുന്നത്. അതുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ കേൾവിയും കാഴ്ചയും വേണം. അള്ളാഹു നമുക്കത് രണ്ടും, എല്ലാ ഹവാസുകളും മരണം വരെ അള്ളാഹു നിലനിർത്തി തരട്ടെ. കണ്ണിന്റെ കാഴ്ചശക്തി കുറഞ്ഞു പോകുന്നവർക്ക് റബ്ബേ ശിഫ കൊടുക്കണേ, കാഴ്ച തിരിച്ചു കൊടുക്കണേ റബ്ബേ. അതുകൊണ്ടാണ് ആരുടെയെങ്കിലും ഒരു മനുഷ്യന് ഇഷ്ടപ്പെട്ട 2 ആളുകൾ, 2 സാധനങ്ങൾ എന്ന് പറയുന്നത് കാഴ്ചയാണ്, 2 കണ്ണുകളാണ്. ആ 2 കണ്ണുകൾ അല്ലാഹു തആല തിരിച്ചെടുക്കുകയോ, ഷുഗർ കാരണം, അസുഖം കാരണം കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയാൽ, കണ്ണ് കാണാതെയായി പോയാൽ, എന്തെങ്കിലും അപകടം സംഭവിച്ച് കണ്ണിന്റെ കാഴ്ച പോവുകയും ഒരു മനുഷ്യൻ അതിനെ ക്ഷമിക്കുകയും ചെയ്താൽ, അത് എളുപ്പമാണോ? വലിയ വിഷമല്ലേ? കണ്ടുകൊണ്ടിരുന്ന ഒരാൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ, ജനിച്ചപ്പോഴേ അഅമയാണ്, കണ്ണു കാണാത്ത ആളാണ്, അക്മ. അങ്ങനത്തെ ആളുകൾക്ക് വലിയ പ്രയാസം ഉണ്ടാവില്ല എന്നല്ല, പക്ഷേ അതിന്റെ ഗൗരവം അവർക്ക് അറിഞ്ഞില്ലല്ലോ. എന്താണ് കളർ, ഏതാണ് വൈറ്റും ഏതാണ് ബ്ലാക്ക്, ഏതാണ് പർപ്പിൾ, ഏതാണ് പിന്നെ റെഡ്, ഇതൊക്കെ ബ്ലൂ, ഇത് കളറുകൾ കണ്ട ആളുകളല്ലേ. ഒരു കാലം, ഒരു സമയം വരുമ്പോൾ എല്ലാം ഇരുട്ടിലേക്ക് മാറുമ്പോൾ സഹിക്കാൻ പറ്റൂല. അള്ളാഹുവിനോട്, അള്ളാഹു ചെയ്യുന്ന ആ ഒരു പരീക്ഷണത്തോട് ഒരാൾ ക്ഷമിക്കുകയും, പടച്ചവനെ നീ തന്നത് നീ കൊണ്ടുപോയി റബ്ബേ, എനിക്ക് കുഴപ്പമില്ല, നീ തിരിച്ചു തരണേ എന്ന് ഞാൻ നിന്നോട് ദ്വാരക്കാണ്, എനിക്ക് തരണം, പക്ഷെ നീ കൊണ്ടുപോയതിൽ എനിക്ക് വിഷമില്ല റബ്ബേ എന്ന് പറഞ്ഞാൽ ആ കാഴ്ചശക്തി പോയവർക്ക് പകരം സ്വർഗമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗം ഉറപ്പാണ്. അത്ര വലിയ നിഅമത്താണത് കാഴ്ച എന്ന് പറയുന്നത്. കേൾവിയും. ഇന്ന് നമ്മുടെ മക്കള് മൊബൈൽ ഫോൺ ഇല്ലാത്തവര് കൈപൊക്കിയാട്ടെ, ഇവിടെ ഇരിക്കുന്നവരല്ലേ, മൊബൈൽ ഫോൺ ഇല്ല ആരുല്ലേ? ഒരു മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ തരാന്ന് പറഞ്ഞാൽ കൈ വെക്കും ചിലപ്പോ അല്ലേ. കാര്യത്ത് പറയുന്ന എല്ലാവരുടെ കയ്യിലുണ്ട്. മോൻ്റെ കയ്യിലൊക്കെ ഉണ്ടാ? കുട്ടി ബാക്കില്, തങ്ങളാപ്പാൻ്റെ ബാക്കിൽ ഇരിക്കുന്ന കുട്ടി ചോപ്പുപ്പായിട്ട് അതിനകത്തുണ്ടോ? നിന്റെ കൈ പൊക്കാൻ ഞാൻ ഓൻ തിരിഞ്ഞിട്ടില്ല, എന്താ ചോദിച്ചിരുന്നില്ലേ? അപ്പോ മോൻ്റെ കയ്യിലില്ല. വടച്ചോനെ 4 വയസ്സായിട്ടുണ്ടാവും അല്ലേ മോന്? എത്ര വയസ്സ്? 4 വയസ്സ്. മോൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞു. 2 കുട്ടികളൊക്കെ ഉള്ളത് ഇവിടെ ഇല്ലാത്തൊരു. സുബ്ഹാന ജല്ല ജലാലു. നമ്മള് അള്ളാഹു തന്ന നിഅമത്തിൽ ഏറ്റവും ഉപയോഗിക്കുന്ന സാധനം എന്താ അറിയോ? നമ്മുടെ കണ്ണല്ലേ. കണ്ണാണ് ഏറ്റവും നമ്മൾ ഉപയോഗിക്കുന്ന, കണ്ണാണ്. പിന്നെ കാഴ്ചയായിരിക്കും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന സമയം ആലോചിച്ച് നോക്കുക. ഒരു മൊബൈൽ ഫോണിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയം മിനിറ്റുകൾ നോക്കിയാൽ നമ്മുടെ സ്ക്രീൻ ടൈം കാണാൻ പറ്റും. സ്ക്രീൻ ടൈം എത്രയാണെന്ന്. അപ്പോൾ ഒരു ദിവസം 6 മണിക്കൂർ, 4 മണിക്കൂർ, 8 മണിക്കൂർ, പിന്നെ ഭ്രാന്ത് പിടിച്ചാൽ 12 മണിക്കൂറൊക്കെ ഉണ്ടാവും. അത് വേറെ വിഷയം. ഈ സമയം അത്രയും മനുഷ്യൻ ചെലവഴിക്കുന്നത് അതിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ കാണുന്നുള്ളൂ എങ്കിൽ നിഅമ വദാക്, വളരെ നല്ല തന്നെ, ഒരു കുഴപ്പമില്ല കേട്ടോ. അല്ലെങ്കിൽ ഓരോ ദിവസവും ഓരോ സെക്കൻഡും നമ്മിൽ എഴുതപ്പെടുന്നത് തിന്മകളാണ്. ആലോചിച്ച് നോക്കി. നിങ്ങളിങ്ങനെ സിനിമ കാണാനാണ് ഉപയോഗിക്കുന്നത്, വെറുതെ ഏതെങ്കിലും മോശപ്പെട്ട വീഡിയോ കാണാനാണ്, അത്തരം കാര്യങ്ങൾ വായിക്കാനാണ്, പിന്നെ കുറേ ഈബത്തും നമീമത്തും അതിൻ്റെ കുറേ ബുക്കുകളുണ്ടല്ലോ, അതൊക്കെ എടുത്ത് നോക്കിയിട്ട് ഇതൊക്കെയാണ് പരിപാടിയെങ്കിൽ എത്രയായിരിക്കും നമ്മുടെ തിന്മയുടെ ഭാരം, എത്ര കൂടുന്നുണ്ട് മുഅ്മിനീങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഫജഅൽനാഹു സമീഅൻ ബസീറാ. നിങ്ങൾക്ക് കാഴ്ചയും കേൾവിയും തന്നു ഞാൻ. ആ കാഴ്ചയും കേൾവിയും നിങ്ങളുടെ ചിന്തകളായി മാറേണ്ടതാണ്. അതുകൊണ്ടാണ് നല്ലത് കാണണം, നല്ലതേ കേൾക്കാവൂ എന്ന് പറയാൻ കാരണം നന്മയും തിന്മയും മനുഷ്യന്റെ ജന്മന അള്ളാഹു നമ്മിൽ വെച്ചിട്ടുള്ള വിഷയമാണ്. നന്മയും തിന്മയും വേർതിരിക്കാനുള്ള ഒരു ഫാക്കൽറ്റി മനുഷ്യന്റെ ജന്മത്തിൽ അള്ളാഹു വെച്ചിട്ടുണ്ട്. ശർഅ് അതിനെ പരിപോഷിപ്പിക്കുക ചെയ്തത്. ഒരാളെ, ഒരു കുട്ടിക്കറിയാം മറ്റവൻ അടിച്ച് തെറ്റാണ്, അതുകൊണ്ട് നീ അടിച്ചോ? ഞാൻ അടിച്ചിട്ടില്ല എന്ന് പറയും ചെറിയ കുട്ടി അല്ലേ. എന്തുകൊണ്ട്? അടിച്ചത് തെറ്റാണെന്ന് കുട്ടിക്ക് ആരാ പറഞ്ഞു കൊടുത്തത്? അത് ജന്മന അള്ളാഹു ചെയ്തതാണ്.
ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. തെറ്റും ശരിയും നന്മയും തിന്മയും അല്ലാഹു ജന്മനാ മനുഷ്യന്, ഏത് മനുഷ്യനും മുസ്ലിമാവട്ടെ അല്ലാതിരിക്കട്ടെ, പക്ഷേ ശരീഅത്തുൽ ഇസ്ലാം ആ ഫിത്റത്തിനെ അല്ലാഹു തആല ഊതിക്കാച്ചിയെടുത്ത് പരിപോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നാ ഹദൈനാഹുസ് സബീൽ, മനുഷ്യന് നാം രണ്ട് മാർഗങ്ങൾ അവന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നു. ഇമ്മാ ശാകിറാ വ ഇമ്മാ കഫൂറാ. ഒന്ന് നന്ദിയുടെ വഴിയാണ്, അൽഹംദുലില്ലാ എന്ന് പറയുന്ന വഴി. എന്തിനും അൽഹംദുലില്ലാ, എപ്പോഴും അൽഹംദുലില്ലാ. ഒന്ന് കഫൂറാ, നന്ദി നിഷേധത്തിന്റെ വഴിയാണ്. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതേ ചെയ്യുന്നുള്ളൂ. അള്ളാഹുവിന് നിസ്കരിക്കാറില്ല, സുജൂദ് ചെയ്യാറില്ല, ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലാറില്ല, അവിടുത്തെ ചര്യകൾ പിന്തുടരാറില്ല. അങ്ങനത്തെ ഒരു വഴി. ഒന്ന് പിന്തുടരുന്ന വഴി, നന്മയുടെ വഴി, സജ്ജനങ്ങളുടെ വഴി, അംബിയാഇന്റെ വഴി, ശുക്റിന്റെ വഴി. വഖലീലും മിൻ ഇബാദിയശ് ശകൂർ. എന്റെ അടിമകളിൽ നന്ദി പറയുന്നവർ വളരെ കുറച്ചാണ് എന്ന് വിശുദ്ധ ഖുർആൻ. ഉമർ റളിയല്ലാഹു അൻഹു മദീനയുടെ അങ്ങാടിയിലൂടെ അങ്ങനെ കടന്നു പോകുമ്പോഴേ ഒരാൾ ദുആ ചെയ്യുന്നുണ്ട്, അല്ലാഹുമ്മ ജഅൽനീ മിനൽ അഖല്ലീൻ, അല്ലാഹുമ്മ ജഅൽനീ മിനൽ അഖല്ലീൻ. ഉമർ തങ്ങൾ വടിയുയർത്തി, എന്ത് ദുആടോ നീ ദ്വാരക്കണത്? ഇതുവരെ ആരും ദ്വാരക്കാത്തൊരു ദുആ. അപ്പൊ അതിനർത്ഥം എന്താ? പടച്ചവനെ, ആ ചെറിയ വിഭാഗത്തിൽ എന്നെ പെടുത്തേണമേ, ആ ചെറിയ വിഭാഗത്തിൽ എന്നെ ഏത് ചെറിയ വിഭാഗം? ഉമർ തങ്ങൾ പറഞ്ഞു, എന്താ നീ ചോദിക്കണത് എന്ന് പറയും. അപ്പൊ പറഞ്ഞു, ഉമറേ, വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വമാ ആമന ബിഹി ഇല്ലാ ഖലീൽ. നൂഹ് നബി അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ചത് വളരെ കുറച്ചാളുകളെ ഉള്ളൂ, ഈമാനുള്ളവരെ. അപ്പൊ ആ കുറച്ചാൾക്കല്ലേ ഈമാനുള്ളൂ. അങ്ങനെ ഈമാനുള്ള ആ കുറച്ചിൽ എന്നെയും പെടുത്തണേ പടച്ചോനെ, അതാ ഞാൻ ചോദിച്ചത്. പിന്നെ പറഞ്ഞു, വഖലീലും മിൻ ഇബാദിയശ് ശകൂർ. എന്റെ അടിമകളിൽ നന്ദി ചെയ്യുന്നവർ വളരെ കുറച്ചാണ്. ഫോട്ടോ എടുക്കുന്നുണ്ടോ? എല്ലാവരും ചിരിച്ചെന്നോളി. മാഷാ അല്ലാഹ്, തമാശക്ക് പറഞ്ഞതാ. ക്യാമറ ഉള്ളതുകൊണ്ട് എപ്പോഴും ചിരിച്ചെന്ന് പോകേണ്ടി വരും. ഫോട്ടോ വരുമ്പോഴെങ്കിലും ടിക്കറ്റ് കിട്ടുമ്പോൾ കരയേണ്ടി വരും. വമാ ആമന ബിഹി ഇല്ലാ ഖലീൽ. എല്ലാവരും എണീറ്റല്ല ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ മാഷാ അല്ലാഹ്. ഫോട്ടോ എടുക്കുന്നതിന് ഇപ്പോൾ എന്താണെന്നറിയ, ഇതൊരു ഒരു ചര്യയായി മാറി. ഇനി എന്ത് പറഞ്ഞാൽ മൂലർക്ക് പിരാന്തെന്നേ പറയുള്ളൂ. ഇപ്പോൾ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ഫോട്ടോ നോട്ടീസിൽ വെക്കരുതെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അത് നിങ്ങൾ പോസ്റ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അത് പാർട്ട് ഓഫ് ദ ലൈഫ്. അങ്ങനെ ആയിക്കഴിഞ്ഞു അല്ലേ. ഞാൻ കുറ്റം പറയല്ലേ, നിങ്ങൾ ആരും വിഷമിക്കേണ്ട. ഐ എം നോട്ട് എംബാരസിങ് എനിവൺ. പക്ഷേ അതിൻ്റെ രീതി എങ്ങനെയാണ്? അതൊക്കെ അള്ളാഹുവിൻ്റെ മഹത്തുക്കളായ ആളുകളൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടെ അത് വേണ്ട, അതിൻ്റെ ആവശ്യമുണ്ടോ, അത്യാവശ്യത്തിനൊക്കെ ചെയ്താൽ പോരെ എന്ന് പറഞ്ഞിരുന്നൊരു സംഭവം. അതൊക്കെ മാറിപ്പോൾ അണങ്ങിയെടുക്കുക. ഹറമിൻ്റെ മുമ്പിൽ വരെ സെൽഫി അല്ലേ, എന്താ ചെയ്യുക? പറഞ്ഞു കൊടുത്താൽ കേൾക്കൂല. അത് അത്ര വലിയൊരു സംഗതി അല്ല, അതൊരു അസുഖമാണിപ്പോൾ. അങ്ങനെ സെൽഫി എടുത്ത് അവനവൻ്റെ സ്റ്റാറ്റസ് വെക്കുക, അതൊക്കെ സ്റ്റാറ്റസ് അസുഖം എന്നാണ് പറയുന്നത്. അതൊരു അസുഖമാണ്. ആ സ്റ്റാറ്റസ് ആരും നോക്കിയിട്ടില്ലെങ്കിൽ ഭയങ്കര സങ്കടക്കാരൻ. ഞാൻ ഈ നോക്കിയിട്ടില്ലല്ലോ, എനിക്കറിയാം, കൽപ്പിച്ചുകൂടി നോക്കാൻ തന്നതാ എൻ്റെ സ്റ്റാറ്റസ്. അങ്ങനെ ഓള് വെക്കും, ഓന് വെക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റാറ്റസ് വെച്ചിട്ട് ഇടങ്ങാറാവുക. രാവിലെ ഇത് വെക്കും, വൈകുന്നേരവോളം നോക്കുക ആരൊക്കെ നോക്കിയെന്ന്. യാ അല്ലാഹ്, ഇതിന് പിരാന്ത് എന്നല്ല എന്താ പറയുക? നമ്മളെ അറിയപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതൊരു അസുഖമാണ്, പാടില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ ചെയ്യുന്നൊരു കാര്യം ഒരാൾ അറിയണം, നന്മയാണ്, നമ്മൾ പ്രചരിപ്പിച്ചോളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ ചാനൽ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കേട്ടോട്ടെ. എൻ്റെ ഒറിജിനൽ ചാനൽ ഒന്നേ ഉള്ളൂ, അതിൻ്റെ പേര് പോലും ഞാൻ ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല. അതിൽ പരസ്യം ഉണ്ടാവില്ല. ബാക്കി എൻ്റെ പേരിൽ ഒരുപാട്, ഒരു 8-10 ചാനലെങ്കിലും ഉണ്ടാവും, ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ആയിട്ട്. അതിൻ്റെ പേരൊക്കെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഒറിജിനൽ ചാനലിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരില്ല, അത് തപ്പി കണ്ടുപിടിച്ചാൽ കിട്ടിക്കോളൂ. എന്തെന്ന് വെച്ചാൽ അത് അതിനുള്ളതല്ല. ആരെയും കണ്ടുപിടിക്കുകയാണെങ്കിൽ കണ്ടോട്ടെ. നമ്മളത് പ്രചരിപ്പിക്കാനോ അല്ലെങ്കിൽ അത് ആളുകൾ കാണണമെന്നോ അതിൽ കുറച്ച് ലൈക്ക് ഷെയറോ അത് തെറി വരെ വിളിക്കണോലുണ്ടാവും. ഞാൻ നോക്കൽ പോലുമില്ല, പറഞ്ഞോല് പറഞ്ഞു പോയിക്കോട്ടെ എന്ന് വിചാരിക്കില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ലക്ഷ്യം അതായി മാറരുത്. ഇതൊരു വലിയ ഫിത്നയാണ് ഇപ്പോഴത്തെ കാലത്ത്. ഇത്ര ആൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഇത്ര ആൾ എൻ്റെ കാണുന്ന എത്ര വ്യൂവേഴ്സ് വേണം, ആർക്ക് വേണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ, ഇല്ലെങ്കിൽ വേണ്ടെന്നല്ലാണ്ട് നമുക്ക് അങ്ങനെ ഒരു നിലപാടിലൂടെ കടന്നു പോകാൻ കഴിയണം. അല്ലെങ്കിൽ ഇതൊരു വലിയ അസുഖമാണ്. ഈ ഫോട്ടോ എടുക്കണം, സ്റ്റാറ്റസ് വെക്കുന്നതൊക്കെ ഫേസ്ബുക്കൊക്കെ ലൈക്കും ഷെയറും കിട്ടിയിട്ടില്ലെങ്കിൽ ബോധം കിടന്ന ആൾക്കാരുണ്ട്. പഠിച്ചോനെ, ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് ആരും ഇതിന് ഷെയർ ചെയ്തില്ലല്ലോ. യാ അല്ലാഹ്, നന്മയാണോ അത് എത്തേണ്ട അടുത്തേക്ക് എത്തും, ഇല്ലേ? അതങ്ങ് ഇല്ലാണ്ടേ ആയി പോകും. നല്ല കാര്യങ്ങളോടെ നിലനിർത്തുകയും പടച്ചോൻ ചെയ്യും. അതുകൊണ്ട് ഒരു ഫോട്ടോ മാനിയ ഉണ്ടാവരുത്.
എന്ന് പറയാണ്. ഒരിക്കലും ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഒരുങ്ങി നിൽക്കുക, അതിനു വേണ്ടി ഇങ്ങനെ എപ്പോഴും നമ്മളായി ആളുകളൊക്കെ വന്ന് ഫോട്ടോ എടുക്കും, സെൽഫി എടുക്കും, നമ്മൾ നിന്ന് കൊടുക്കേണ്ടി വരും. നിന്ന് കൊടുക്കാതിരുന്നാൽ ഭയങ്കര ജാടാന്നാണ് പറയാം. അപ്പോൾ നമ്മളൊക്കെ കുടുങ്ങി നിൽക്കാറുണ്ട്. ഒരു വേള കഴിഞ്ഞാൽ അരമണിക്കൂർ ഫോട്ടോ എടുക്കുന്ന സെഷൻ. അപ്പോൾ നമുക്കൊന്ന് എനിക്കിപ്പോൾ എയർപോർട്ടിലേക്ക് ഓടേണ്ടി വരും ചിലപ്പോൾ. എന്നാലും അത് ഫോട്ടോ നിന്ന് തന്നിട്ടില്ലെങ്കിൽ പിന്നെ നാളെ വലിയ യുദ്ധാകാരം ഫേസ്ബുക്കിൽ. മൂല്യരവിടെ നമ്മൾ ഫോട്ടോ എടുക്കാൻ ചോദിച്ചിട്ട് മുമ്പ് നിന്ന് തന്നില്ല, എന്തൊരു അഹങ്കാരമായി മൂല്യർക്ക്, വേറെ മൂല്യന്മാരവിടെ ഇല്ലേ എന്നൊക്കെ കാര്യം പിന്നെ കമൻറ്റ്. അപ്പോൾ കുടുങ്ങി നിന്ന് കൊടുക്കുകയാണ് നിർവാഹമില്ലാത്തതിൻ്റെ പേരിൽ. അതൊരു നല്ല കാര്യമായതിൻ്റെ പേരിലല്ല എന്ന് പറയാം. പിന്നെ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് തുജറൂന അലാ നിയ്യാത്തിക്കും ഇൻഷാ അല്ലാഹ്. ഏതായാലും മാർഗവും ലക്ഷ്യവും ശരിയാവണം എന്ന ശരീഅത്തിന്റെ ഒരു പക്ഷം നമ്മളെപ്പോഴും മനസ്സിലാക്കണം. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലി ഫജഅൽനാഹു സമീഅൻ ബസീറ. നാട്ടുകാരായതുകൊണ്ട് പറഞ്ഞറിയാണേ, ഇതൊക്കെ പോയി എല്ലാ നാട്ടിലും പോയി പറയാൻ പറ്റൂല. അപ്പോൾ സ്വന്തം നാട്ടിലാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അൽഹംദുലില്ലാ, നിങ്ങൾ ആ ഒരു സൗഹൃദ ബുദ്ധി അത് എടുത്താലും മതി. പിന്നെ ഖാല സലഫ് റഹിമഹുല്ലാഹ്, മഹാന്മാരായ സലഫ് സ്വാലിഹീങ്ങൾ പറയാണ്, അൽ കുഫ്റു ഫി അർബഅത്തി അഷ്യാ, നന്ദികേട് വരുന്നത് 4 വിഷയത്തിലൂടെയാണ്. 4 വിഷയത്തിലൂടെയാണ് നന്ദികേട് വരുന്നത്. 1 ഫിൽ ഗളബ്, ദേഷ്യം വരുമ്പോൾ. 2 വശഹ്വ, മനുഷ്യന്റെ ലൈംഗിക വികാരം അതിന് ഉത്തേജനമുണ്ടാകുമ്പോൾ. 3 അർറഗ്ബ, ഏതെങ്കിലും ഒരു കാര്യത്തോട് ആഗ്രഹം ജനിക്കുമ്പോൾ. 4-മത്തേത് വറഹ്ബ, ഒരു കാര്യത്തോട് പേടി തോന്നുമ്പോൾ. പേടി, ആഗ്രഹം, ലൈംഗിക അഭിനിവേശം, പിന്നെ ദേഷ്യം. ഈ 3 വിഷയങ്ങളിൽ ഒരു മനുഷ്യൻ കുഫറിലേക്ക് എത്താൻ സാധ്യതയുണ്ട്, നന്ദികേടിലേക്ക് എത്തുമെന്ന കാര്യം തീർച്ചയാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ. എന്നിട്ട് പറഞ്ഞു, ഖദ് റഅയ്തു മിൻ ഹസനതൈൻ, 2 എണ്ണം ഞാൻ കണ്ടു എന്നെ കണ്ണുകൊണ്ട്. റഅയ്തു റജുലൻ ഗളിബ ഫഖതല ഉമ്മ, ഒരു മനുഷ്യൻ ദേഷ്യപ്പെട്ട് സ്വന്തം ഉമ്മയെ വധിച്ചു കളഞ്ഞത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് എന്ന് ഈ മഹാനായ മനുഷ്യൻ. ദേഷ്യപ്പെട്ടിട്ട് ഉമ്മയോടെന്തോ കയർത്ത് ദേഷ്യപ്പെട്ടിട്ട് ദേഷ്യത്തിൽ ഉമ്മയെ അടിച്ചു അല്ലെങ്കിൽ പ്രഹരിച്ചു, ഉമ്മ മരിച്ചു. അത് നടന്നിട്ടുണ്ട്. പ്രേമമുണ്ടായിട്ട് ക്രിസ്ത്യാനിയായി ഇസ്ലാമിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് മതം മാറിപ്പോയ ആളെയും എനിക്കറിയാം. മഹാൻ പറയാം, അത് അബ്ദുർ റഹീം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ താബിഈകളുടെ കാലത്ത് ഇസ്ലാം സ്വീകരിച്ചിരുന്ന ആളായിരുന്നു. റോമിലേക്ക് യാത്ര പോകുന്ന സമയത്ത് റോമക്കാർ എന്ന് പറഞ്ഞാൽ തുർക്കിക്കാരാണ്. തുർക്കി ഭാഗമൊക്കെ റോമാണ്. തുർക്കിയാണ് പണ്ട് റോം എന്ന് പറയാം. ഇറ്റലിയുടെ റോമിന് റൂമിയ എന്നാണ് അറബി പറയാം. റോമും റൂമിയയും വ്യത്യാസമുണ്ട്. റോം തുർക്കിയാണ്, കോൺസ്റ്റാന്റിനോപ്പിൾ. റൂമിയ എന്ന് പറഞ്ഞതാണ് ഇന്നത്തെ ഇറ്റലിയിലെ റോം പട്ടണം. റോം, സൂറത്തുർ റൂം ഒക്കെ പറഞ്ഞ തുർക്കിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അന്ന് യൂറോപ്പിന്റെ ആസ്ഥാനം തുർക്കിയായിരുന്നു. പഴയ കോൺസ്റ്റാന്റിനോപ്പിൾ, ഇപ്പോഴത്തെ ഇസ്തംബൂൾ, അവിടെയാണ് അബു അയ്യൂബ് അൻസ്വാരി തങ്ങളുള്ളത്. ഇസ്തംബൂളിലാണ് അബു അയ്യൂബ് അൻസ്വാരി റഹ്മത്തുള്ളാഹി അലൈഹി. നബി തങ്ങളുടെ ഷായർ മുബാറക്ക് അവിടെ പരിശുദ്ധമായ ഇവിടുത്തെ ശരീരത്തിലെ താടിയിലെയും തലയിലെയും മുടികൾ, രോമങ്ങൾ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് തബറുക്കിന് വേണ്ടി. ഈ മഹാൻ അബു അയ്യൂബ് അൻസ്വാരി തങ്ങളുടെ മഖാമിൻ്റെ അടുത്ത് അതിപ്പറ്റ ഉസ്താദിന്റെ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ഈസ അൽ ഹലബി അഷാദുലി റഹ്മത്തുള്ളാഹി അലൈഹി, അതിൻ്റെ തൊട്ട് മുകളിൽ വലിയ ഖബർസ്ഥാൻ, അവിടെയാണ് അന്തർവിശ്രമം കൊള്ളുന്നത്. റോമിലേക്കൊരു യുദ്ധത്തിന് പോകുന്നു അന്ന് സ്വഹാബികൾ. ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ ഈ മനുഷ്യന് പ്രേമം തോന്നി. ഒരു കോട്ടയുടെ മുകളിൽ നിന്നാണ് ആ പെൺകുട്ടിയെ വിളിച്ചത്. നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി വിളിച്ചു. അപ്പോൾ അള്ളാഹു ചില റൈസുകൾക്ക് അള്ളാഹു വലിയ ശരീര സൗന്ദര്യം കൊടുത്തിട്ടുണ്ട്. അങ്ങ് യൂറോപ്പിൻ്റെ ആ ഒരു വെസ്റ്റ് നോർത്തേൺ അറേബ്യ മുതൽ അങ്ങ് വെസ്റ്റിലേക്ക്, അങ്ങ് യൂറോപ്പിലേക്ക് കടന്ന് അങ്ങേ അറ്റത്തിലേക്ക് കടന്നു പോകും തോറും തൊലിവെളുപ്പും സൗന്ദര്യവും അള്ളാഹു നൽകിയ മനുഷ്യവിഭാഗമാണ്. പല നിലക്കും ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് അള്ളാഹു ഇത് ചെയ്തത്. ആ പെണ്ണ് ഇയാളെ വിളിച്ചു. അയാൾ ആദ്യം ഇല്ല എന്നൊക്കെ പറഞ്ഞു. ആ പെണ്ണെന്തോ ആംഗ്യ വിക്ഷേപങ്ങൾ കാണിച്ച് ഇവനെ കിണിയിലാക്കി. ഇദ്ദേഹത്തെ ഇബ്നു അബ്ദുർ റഹീം എന്നാളുടെ പേര്, മുസ്ലിമായിരുന്നു, യുദ്ധത്തിന് പോയതാ. ആൾ അവളുടെ വീട്ടിലേക്ക് കയറിപ്പോയി. അവള് പറഞ്ഞു, എന്നെ നിനക്ക് സ്വന്തമാക്കണമെങ്കിൽ തനസ്വർ, സ്വലീബ് ധരിക്കണം, കുരിശ് ധരിക്കണം, എന്നിട്ട് നീ എന്നെ കല്യാണം കഴിച്ചോ എന്ന് പറഞ്ഞു. ആള് ക്രിസ്തുമതം സ്വീകരിക്കുകയും ചെയ്തു. ആള് ഖുർആൻ മനഃപ്പാഠമുള്ള ആളായിരുന്നു. സ്വഹാബികൾക്ക് ഭയങ്കര സങ്കടമായി. താബിഈയാണ്, സ്വഹാബിയല്ല. നാല് പഠിച്ചോനെ, നല്ലൊരു മനുഷ്യൻ ഒരു പെണ്ണിന് വേണ്ടി ക്രിസ്ത്യാനിയായല്ലോ. നമുക്ക് എത്ര സംഭവിക്കാറുണ്ട്. ജാതി മതവും പ്രശ്നമില്ല എന്നല്ലേ എന്ന് പറയാറുള്ളത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമാണ്. ഒരു മുസ്ലിമിനെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ.
ക്രിസ്ത്യാനിയെയും ജൂതന്മാരെയും അത് വേദക്കാരെ കല്യാണം കഴിക്കാൻ പറ്റും എന്ന് പറയുന്ന ഷർത്തൊത്തവരൊന്നും നമ്മുടെ നാട്ടിലൊന്നും കിട്ടാനില്ല. അതിന് ചില ഷർത്തും പറഞ്ഞുണ്ട്. ഏതാണ് ഈ വേദക്കാർ? ആരായിരിക്കണം? അവരുടെ വിശ്വാസം എന്തായിരിക്കണം? അവരുടെ കിതാബ് എന്തായിരിക്കണം? അപ്പോൾ നമുക്ക് മുസ്ലിമിനെ ഒരു മുസ്ലിമച്ചായ പെണ്ണിനെ ഒരു മുസ്ലിം ചെറുപ്പക്കാരന് കല്യാണം കഴിക്കാൻ പറ്റൂ. മുസ്ലിമായ ഒരാളായിരിക്കണം ജീവിതത്തിൽ നിങ്ങളുടെ സഖിയായിട്ട് വരേണ്ടത്. പ്രേമത്തിന് കണ്ണും മൂക്കില്ല എന്നൊക്കെ ശരി തന്നെ ആയിരിക്കാം. പക്ഷേ നാളെ കണ്ണും മൂക്കും അള്ളാഹു അടുത്തന്ന് ചോദ്യം ചോദിക്കുമ്പോഴേ ഇതിന് മറുപടി പറയാനുണ്ടാവില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അത്തരം ബന്ധങ്ങൾ മുളയിലെ നുള്ളിക്കളഞ്ഞേക്ക്. അതുകൊണ്ട് ഗൗരവത്തോടുകൂടെ നമ്മുടെ ഈമാനും നമ്മുടെ വിശ്വാസവും വലുതാണ്. ഒരു കുടുംബത്തെ വേദനിപ്പിക്കണ്ടല്ലോ. ഏതെങ്കിലും ഒരു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് മക്കളും മതം മാറുന്ന ആ മതക്കാർക്ക് പേടിയായിരിക്കും, വിഷമായിരിക്കും, വേദനയായിരിക്കും. ഇസ്ലാമിൽ നിന്ന് ആരെങ്കിലും പുറത്തു പോകുന്ന മുസ്ലിം കുടുംബങ്ങൾക്കും വേദനയാണ്. രണ്ടും വേണ്ട. സ്വമേധയാ ദീൻ സ്വീകരിക്കുന്നുണ്ടോ അവർ സ്വീകരിച്ചോട്ടെ. നിങ്ങൾ ആരെയും ചാടിച്ചു കൊണ്ടുവരെ അത്തരം പ്രേമം നടിക്കുക കാര്യങ്ങൾ ഒരു നിലക്കും ചെയ്യുക പാടുള്ളതല്ല. കാരണം ഈമാൻ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. ഇബ്നു അബ്ദുറഹീം ക്രിസ്ത്യാനിയായപ്പോ വർഷങ്ങൾക്ക് ശേഷം ആ വഴിയിലൂടെ യാത്ര പോയപ്പോൾ അവർ ചോദിച്ചു, ഇബ്നു അബ്ദുറഹീം ഇവിടെയുണ്ടോ? അപ്പോ ആളുകൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ആ ആൾ ഇവിടെ ഉണ്ട്. ചോദിച്ചു, മാ ഫഅല ഖുർആനുക്, ഇബ്നു അബ്ദുറഹീം നിന്റെ ഖുർആനൊക്കെ എന്തായി? നീ ഹാഫിളായിരുന്നില്ലേ? നീ എന്തായി എന്ന് ചോദിച്ചു. ഉൻസീതുഹാ, എല്ലാം മറന്നുപോയി. ഒരച്ചായത്ത് ഞാൻ മറന്നിട്ടില്ല, ബാക്കിയൊക്കെ മറന്നുപോയി എന്ന് അദ്ദേഹം പറഞ്ഞു. എന്താ നീ മറക്കാത്തത്? അവർ ചോദിച്ചു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആവുന്നു. അല്ല, ഒക്കെ മറന്നുപോയി. മറക്കാത്തത് എന്താണെന്നറിയോ? റുബമാ യവദ്ദുൽ ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ. അവിശ്വാസികൾ അന്ന് കൊതിച്ചു പോകും, ഞങ്ങൾ മുസ്ലിമീങ്ങളായിരുന്നെങ്കിൽ എന്ന്. എന്നാണ് ആയത്തിന്റെ അർത്ഥം. അത് മാത്രം ഇവർക്ക് മറന്നിട്ടില്ല, ബാക്കിയൊക്കെ മറന്നുപോയി എന്ന്. യാ അല്ലാഹ്, പ്രേമം കൊണ്ട് ഈമാൻ നഷ്ടപ്പെടും, ദേഷ്യം കൊണ്ട് ഈമാൻ നഷ്ടപ്പെട്ടേക്കാം. പിന്നെ മുതലിനോടുള്ള ആർത്തി, റഗ്ബത്ത്, വെറുതെ പേടിച്ചിട്ട് ജാതിയും മതവും തിരിയാത്ത രീതിയിൽ മുസ്ലിമിന്റെ ഐഡന്റിറ്റി പോലും തേച്ചുമാച്ച് കളഞ്ഞ് എന്തോ കോലത്തിൽ നടക്കുന്ന എത്ര മക്കളുണ്ട്. അൽഹംദുലില്ലാഹ്, നമ്മുടെ വമ്പാട്ട കുട്ടികളെ അങ്ങനെ കാണുന്നില്ല. അൽഹംദുലില്ലാഹ്. ചില നാട്ടിലൊക്കെ ചെന്നാൽ കാതിൽ കുത്തിയിട്ടും കഴുത്തിൽ മാലയും കയ്യുമ വളയും കാൽമ പാദസരത്തിന് പെൺകുട്ടികൾക്കുണ്ട് പാദസരം കിട്ടുന്ന പരിപാടി. അതുപോലെ അതടക്കം മൂക്ക് കുത്തിയിട്ടും പുരുഷന്മാർ. പിന്നെ ഇപ്പോൾ ടാറ്റു പച്ച കുത്തുന്നില്ലേ, അതൊക്കെ വൈകാതെ നമ്മുടെ നാട്ടിലൊക്കെ എത്തും. നമ്മുടെ അങ്ങാടികളിലൊക്കെ ടാറ്റു സലൂണുകൾ വരാൻ വലിയ സമയമൊന്നും വേണ്ട. ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. അമ്പാടൊന്നുമില്ലല്ലോ ടാറ്റു കുത്തുന്നു. അലിയസർ വാക്കി ഉസ്താദ് ഇവിടെ ഉണ്ട്. യാ അല്ലാഹ്, ഞാൻ കാവനൂർ ഉസ്താദ്, ഞാൻ എല്ലാ സ്ഥലങ്ങളിലും യാത്ര ചെയ്ത് ഓടിയെത്തുന്ന ഒരു മഹാനാണ്. ഒരുപാട് കാലം മസ്കത്തിലായിരുന്നു ഞാൻ. മസ്കത്തിലൊക്കെ 99 2000 പോയ സമയം ഉസ്താദിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കിതാബിൻ്റെ രചനയിലാണ്. മാഷാ അല്ലാഹ്, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ സുഹൃത്തിൻ്റെ അബ്ദുൽ കരീം ഹുദവി മുണ്ടംപറമ്പിൻ്റെ അമ്മോഷനും കൂടിയാണ്. അൽഹംദുലില്ലാഹ്. അപ്പോൾ അവർ കാവനൂരാണ്. അത് മംഗലാപുരത്തെ പരിപാടിക്ക് വരെ വരാറുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അപ്പോൾ ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ഷാകിറൻ വ ഇമ്മാ കഫൂറ. റഗ്ബത്തും റഹ്ബത്തും, സമ്പത്തിനോടുള്ള ആർത്തി ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപക്ഷെ കുടുംബ ബന്ധങ്ങൾ മുറിച്ചു കളയും അല്ലേ? ഹറാമിലേക്ക് മനുഷ്യൻ പോകുന്നു. പേടി തോന്നിയാൽ കോലം മാറുന്നു, രൂപം മാറുന്നു, നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ ഹൈഡ് ചെയ്യുന്നു. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. നിങ്ങൾ ആരെയാണോ ഇമിറ്റേറ്റ് ചെയ്യുന്നത്, നിങ്ങൾ അവരിൽ പെട്ടവരാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരുടെ ഫാഷനാണോ നിങ്ങൾ എടുക്കുന്നത്, നിങ്ങൾ അവരായിട്ടാ കൂട്ടുള്ളൂ. നിങ്ങൾ അവരായിട്ടാ കൂട്ടുക. നിങ്ങളിപ്പോൾ ഒരു മെസ്സിയെ കോപ്പി ചെയ്തു, അല്ലെങ്കിൽ റൊണാൾഡോയെ കോപ്പി ചെയ്തു, വേറെ ആരെങ്കിലും കോപ്പി ചെയ്തു, നിങ്ങൾ ആരെയാണോ കോപ്പി അടിക്കുന്നത്, നിങ്ങൾ അവരോടൊപ്പമാണ്. അവർ സ്വർഗത്തിലേക്ക് പോകുന്നു, സ്വർഗത്തേക്ക് പോകും. ഇല്ലേ, അവർ പോകുന്നിടത്ത് നിങ്ങളും പോകേണ്ടി വരും. അത്രേ വിഷയമുള്ളൂ. ആർക്കും ആരെയും പ്രേമിക്കാനൊന്നും കുഴപ്പമില്ല. പക്ഷേ അവർ പോകുന്നിടത്തേക്ക് നിങ്ങൾ പോകേണ്ടി വരും. ഇതാ പ്രശ്നം. അതുകൊണ്ട് റഗ്ബത്തിലും റഹബത്തിലും ദേഷ്യം വരുന്നിടത്തും വികാരത്തിന്റെ പ്രശ്നങ്ങൾ, വൈകാരികമായ ചിന്തകൾ വരുന്നിടത്ത് ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന പണി മനുഷ്യർ ചെയ്തു പോകുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിനോട് കാവൽ ചോദിക്കണം. ഫവഖാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം വലഖാഹും നദറതൻ വസുറൂറാ വജസാഹും ബിമാ സബറൂ ജന്നതൻ വഹരീറാ. നല്ല ക്ഷമ വേണ്ടി വരും. കിഫ്രിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. വ്യഭിചാരത്തിന്റെ ഒരവസരം കയ്യിൽ കിട്ടിയിട്ടത് ചെയ്യാതിരിക്കുന്നവർ, എത്ര ഗൗരവമാണത്. പെൺകുട്ടികൾ ഇങ്ങോട്ട് തോൾ പിടിക്കാൻ വരുന്ന കാലം,
ആൺകുട്ടികൾക്ക് വളരെ പെട്ടെന്ന് മിങ്കിളാവാനുള്ള സാഹചര്യങ്ങളുള്ള കാലം, നിയമങ്ങൾ അങ്ങനെ ആവുന്ന ഒരു കാലത്ത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടൊരു പ്രായപൂർത്തി ആയിടം മുതൽ അന്യൊരു പെണ്ണിനെ അന്യവളായിട്ടും അന്യൊരു പുരുഷനെ അന്യനായിട്ടും കാണേണ്ടതും ആ തരത്തിലുള്ള ഇടപെടലുകളെ പാടുള്ളൂ എന്ന് ശരീഅത്ത് പറയുമ്പോൾ, ഇനിയൊരു തലമുറയോട് പറയുമ്പോൾ അതവർക്ക് വിചിത്രമായി തോന്നിയേക്കാം, അത്ഭുതം തോന്നിയേക്കാം. അതെന്താ അങ്ങനെ, ഞങ്ങളൊക്കെ ഇപ്പൊ അതിന് നടക്കുകയാണോ, അതാണോ ഇതിനർത്ഥം? അതൊന്നും അതിന്റെ അർത്ഥമാവണമെന്നില്ല. അള്ളാഹുവിന്റെ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. കുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും. നബിയെ, പുരുഷന്മാരായ വിശ്വാസികളോട് പറയണം, അവരുടെ കണ്ണ് എല്ലായിടത്തേക്കും അഴിച്ചുവിടരുത്. ഒരു കല്യാണത്തിന് ചെന്നാൽ, ഒരു സദ്യക്കു ചെന്നാൽ, ഒരു വിവാഹ ചടങ്ങിലെത്തിയാൽ, ഒരു ക്യാമ്പസിലെത്തിയാൽ, ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ ഇഷ്ടപ്പെടുന്നത് മുഴുവൻ നിങ്ങൾക്ക് നോക്കാൻ പാടുള്ളതല്ല. നിങ്ങളുടെ കണ്ണുകളെ ചിമ്മേണമേ എന്ന് പറയണം നബിയെ. വയഹ്ഫളൂ ഫുറൂജഹും. അങ്ങനെയെങ്കിൽ മാത്രമേ അവരുടെ ജനനേന്ദ്രിയങ്ങളെ അവർക്ക് സൂക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അതില്ലാത്തവർ വ്യഭിചാരത്തിൽ ചെന്ന് ചാടുക തന്നെ ചെയ്യും. വഖുല്ലിൽ മുഅ്മിനാത്ത്. മുഅ്മിനത്തുകളായ പെണ്ണുങ്ങളോട് പറയണം, യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന. അവരും അവരുടെ കണ്ണുകൾ ചിമ്മണമെന്ന്. പെണ്ണുങ്ങൾക്കൊരു തരത്തിൽ ലജ്ജയും നാണവും എന്ന് പറഞ്ഞ സംഗതി, പർദ്ദട്ട പിന്നെ ആണുങ്ങളെ പോലെ നടക്കാം എന്ന് വിചാരിക്കുന്ന കൂട്ടരുണ്ട്. അവരങ്ങനെ ആണുങ്ങളെ പോലെ തന്നെ നടക്കുന്നു. ഒരു റുജൂലത്ത്, എന്തൊരു വൃത്തികേടാണത്. ചിലർ നിഖാബ് വരെ ധരിച്ചിട്ടുണ്ടാവും. നാട്ടിലെല്ലാ കഥയും അവർ കാണുന്നുണ്ടാവും. അവരെ കാണുന്നില്ലല്ലോ. എന്താണോ നിഖാബ് എന്ന് പറഞ്ഞാൽ? അവരെ ഇങ്ങോട്ട് കാണരുത് എന്ന പ്രകാരം തന്നെ അവരങ്ങോട്ടും കാണാതിരിക്കണ്ടേ? അപ്പോഴല്ലേ നിഖാബാവുള്ളൂ. ഇതിന് ഭൂതക്കണ്ണാടി വെച്ച് നോക്കണ പോലെ ഒരു നിഖാബ് ഒരാരും കണ്ടിട്ടില്ല, പക്ഷേ എല്ലാ കഥയും അവർ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ആവരുത്. നമ്മുടെ കണ്ണുകൾ പുരുഷന്മാർ സൂക്ഷിക്കണം, പെണ്ണുങ്ങൾ അവരുടെ കണ്ണുകൾ അവരും സൂക്ഷിക്കണം. എങ്കിലേ നിങ്ങളുടെ മനസ്സിന് ശുദ്ധത ഉണ്ടാവും. മനസ്സ് ശുദ്ധിയായാലേ അള്ളാഹുവിനെ പറ്റി പറയുന്ന അങ്ങോട്ട് കയറുള്ളൂ, അല്ലെങ്കിൽ കയറൂല. فوقاهم الله شر ذلك اليوم ولقاهم نظرة وسرورا فوقاهم الله شر ذلك اليوم. ഖിയാമത്തിന്റെ എല്ലാ ഷർറുകളും അള്ളാഹുവിന് വേണ്ടി ക്ഷമിച്ചവർക്ക് റബ്ബ് തആല സംരക്ഷണം നൽകും. എല്ലാ ഷർറിൽ നിന്ന്. നാളെ സൂര്യനെ അള്ളാഹു അടുത്തേക്ക് കൊണ്ടുവരും. അവിടെ തണൽ വിരിക്കും. ദാഹമുണ്ട്, അവർക്ക് ഹൗദുൽ കൗസർ അല്ലാഹു കൊടുക്കും. ഖിയാമത്ത് ദൈർഘ്യമേറിയ നൃത്തമാണ്. അത് അസ്ർ മഗ്രിബിന്റെ സമയം പോലെ അള്ളാഹു ചുരുക്കി കൊടുക്കും. നന്മകളെ കനം തൂക്കി കൊടുക്കും. കിതാബുകൾ, തതായുറുസ് സുഹഫ് എന്ന് പറയുന്ന കിതാബുകൾ വലതിലോ ഇടതിലോ കൊടുക്കുന്ന നേരത്ത് വലത് കൈയിൽ വാങ്ങാൻ കഴിയും. ഇതൊക്കെ ആർക്കാണെന്നറിയോ? ആർക്കാണ്? വജസാഹും ബിമാ സ്വബറൂ. ക്ഷമിച്ചതിന്റെ പേരിൽ. കൂട്ടുകാർ പറയും, ഡാ പോരുന്നോ, അടിച്ചു പൊളിക്കാം. എന്താ, ഏതെങ്കിലും വല്ല പെൺകുട്ടിനെ കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് കള്ളു കുടിക്കാനുള്ള ഏർപ്പാടാക്കിയിട്ടുണ്ടാവും. ഇത് പറയുമ്പോഴേ ഞാനൊരു മുസ്ലിമാണ്, അള്ളാഹുവിന് റസൂലിനും പേടിക്കേണ്ട ആളാണ്, നിങ്ങളത് ചെയ്യല്ലേ എന്ന് കൂട്ടുകാരോട് പറയേണ്ടവരാണ്. മിനിമം ഞാനില്ല, എന്നതിന് കിട്ടൂല എന്ന് പറയാൻ നമ്മുടെ മക്കൾക്ക് കഴിയണം. അവിടെയാണ് നമ്മുടെ ഈമാൻ പരീക്ഷിക്കപ്പെടുന്നത്. നബ്തലി, പരീക്ഷണം അവിടെയാണ്. ഒരു തിന്മയുടെ മുമ്പിലെത്താതെ എങ്ങനെ പരീക്ഷിക്കാൻ? പരീക്ഷണം സാധ്യമാവണമെങ്കിൽ ഒരു തിന്മയുടെ മുമ്പിൽ നമ്മൾ ചെന്നുപോയി ചാടണം. കള്ളുടിക്കാത്ത കൂലി ഒരുപക്ഷെ പുസ്തകന്മാരും മുച്ചാലിമികൾ കിട്ടിക്കോണമെന്നില്ല. എന്തേ? അവരാ ലോകം കാണുന്നേ ഇല്ലല്ലോ. അല്ലാത്തവർ എയർപോർട്ട് ലോഞ്ചുകൾ ഉപയോഗിക്കുന്നവരാണ്, 5 സ്റ്റാർ ഹോട്ടലിൽ കയറുന്നവരാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ, ഇപ്പോൾ UK ലണ്ടനിലൊക്കെ ചെന്ന എല്ലാ റെസ്റ്റോറൻറ്റിലും കള്ളു വെക്കൽ നിർബന്ധം. എല്ലാ സൂപ്പർ മാർക്കറ്റിലും എല്ലായിടത്തും കള്ളുണ്ടാവും. വെള്ളത്തിന് 1.5 പൗണ്ടാണെങ്കിൽ കള്ളിന് 1 പൗണ്ടാണ്. അപ്പോൾ 50 പൈസ കുറവാ കള്ളിന്. മനുഷ്യന്മാർ വാങ്ങി കുടിക്കും. നമ്മുടെ മലയാളികൾ പോലെ മൂത്രച്ചൂടാന്ന് പറഞ്ഞ് കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താ ചെയ്യുക? നാട് മാറി ചെല്ലുമ്പോൾ കോലം മാറുന്നുണ്ട്. പടച്ചോൻ കാക്കട്ടെ. ഒരു പരീക്ഷണം മുമ്പിലെത്തുമ്പോഴല്ലേ നമ്മളത് ചെയ്യൂല്ലേ എന്നറിയുള്ളൂ, അല്ലെങ്കിൽ എങ്ങനെ അറിയാനാ? അതുകൊണ്ട് സ്വന്തം കൂട്ടുകാര് തിന്മയിലേക്ക് പോകുമ്പോ നിങ്ങൾ പോവല്ലേ എന്ന് പറഞ്ഞവരെ പിടിച്ചു നിർത്തണം. ഞാനതിനില്ല എന്ന് പറയാൻ കഴിയണം. പെൺകുട്ടികളെ, നിങ്ങൾ സ്കൂളിൽ കൂടെ പഠിക്കുന്നവരുടെ കൂടെ നിങ്ങളുടെ ക്ലാസ്മേറ്റുകളോ എന്തോ ആയിക്കൊള്ളട്ടെ, ഒരു ഹറാമിന്റെ ലഹരി ചുവയുള്ള വാക്കുകൾ അവരെന്ന് വരാൻ തുടങ്ങുമ്പോ, നിങ്ങളുടെ കൂട്ടുകാര് നിങ്ങളുടെ ദേഹത്ത് കൈവെക്കാൻ തുടങ്ങുമ്പോൾ ഇതെനിക്ക് ഇഷ്ടമല്ല എന്ന് പറയാൻ പെൺകുട്ടികളെ നിങ്ങൾ ധൈര്യം കാണിക്കണം. അതാണ് നിങ്ങളുടെ അസ്തിത്വം, നിങ്ങളുടെ അന്തസ്സ്. ഇത് പറയാൻ കഴിയണം. ഞാനൊരു മുസ്ലിമച്ചാണ്, എനിക്കെൻ്റെ ജീവിതത്തിൽ അച്ചടക്കം പാലിക്കേണ്ടതുണ്ട്, എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പോകേണ്ടതുണ്ട് എന്ന ഓർമ്മയുണ്ടായി സ്വന്തം ശരീരത്തെ സൂക്ഷിക്കാൻ ആണും പെണ്ണും തയ്യാറാണെങ്കിലല്ലയോ അള്ളാഹുവിന്റെ റഹ്മത്ത് നമ്മുടെ വീടുകളിൽ ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ വീട്ടിൽ വന്ന് കിടന്നുറങ്ങുന്ന മക്കളെ, പ്രായപൂർത്തിയെത്തിയവർ 20, 25, 26 വയസ്സായി കല്യാണം കഴിക്കാത്തവർ,
അവർ വീട്ടിൽ വന്ന് കിടന്നുറങ്ങുന്നത് വ്യഭിചാരം ചെയ്തുകൊണ്ടോ മദ്യപിച്ചതിന് ശേഷമോ ആണ് കിടക്കുന്നതെങ്കിൽ, ലഹരി മയക്കും മണം പോലും അറിയില്ല. ലഹരിയുടെ പ്രശ്നം അതാണ്. കള്ളുടിച്ചാലും മണം ഉണ്ടായിരുന്നു, ഇപ്പൊ അതൊന്നും അറിയാൻ പറ്റൂല. അങ്ങനെ വന്ന് കിടക്കുന്ന മക്കളാണെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം എങ്ങനെയാണ് ആ വീട്ടിലേക്ക് വരിക? ഉമ്മാക്കറിയുന്നുണ്ടാവില്ല, വാപ്പാക്കറിയുന്നുണ്ടാവില്ല. നിങ്ങൾ അറിയുമോ, ഒരു നായയുടെ കുഞ്ഞ്, ഒരു ജർവ് നായയുടെ കുഞ്ഞ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരുക്കിയിരുന്ന വീടിന്റെ കട്ടിലിന്റെ താഴെ കുറച്ച് ദിവസം അവിടെ വന്ന് കിടന്നുറങ്ങിയത് അറിയാതെ പോയി. വഹി വരുന്നില്ല. ജിബ്രീൽ അലൈഹിസ്സലാം ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ജിബ്രീലേ അബ്തഅത അലയ്യ, ജിബ്രീലേ നിങ്ങൾ എന്താണ് എൻ്റെ അടുത്തേക്ക് വരാൻ നേരം വൈകിയത്? അങ്ങ് വരുമോ എന്ന് പ്രതീക്ഷിച്ച് ഞാൻ കാത്തിരിക്കുകയായിരുന്നു, വഹി ലഭിക്കാൻ വേണ്ടി, ഖുർആൻ സ്വീകരിക്കാൻ വേണ്ടി. അപ്പൊ പറഞ്ഞു, നബിയേ വമാ നതനസ്സലു ഇല്ലാ ബിഅംരി റബ്ബിക്, അല്ലാഹു ഞങ്ങളോട് പറയുമ്പോഴേ ഞങ്ങൾക്ക് വരാൻ കഴിയൂ നബിയേ. അള്ളാഹുവിന്റെ പെർമിഷൻ ഇല്ലാതെ ആകാശ ലോകത്ത് നിന്ന് യാത്ര ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. പിന്നെയോ അങ്ങയുടെ വീടിന്റെ ഉള്ളിൽ ഒരു നായ കിടന്നുറങ്ങുന്നുണ്ട്, ആ നായ അവിടെ ഉണ്ടായിരിക്കെ അത്തരം വീട്ടിലേക്ക് ഞങ്ങൾക്ക് വരാൻ കഴിയില്ല നബിയേ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിയോട് മറുപടി പറയുന്നു. നായ മുഗല്ലദായ നജസാണ്. പക്ഷെ നായക്ക് വെള്ളം കൊടുത്ത ഒരു അഭിസാരികയായ പെണ്ണിന് അള്ളാഹു സ്വർഗം കൊടുത്തിട്ടുണ്ട്, മറക്കരുത്. നായ കൊല്ലണമെന്നല്ല മസല. നായ അത് നിങ്ങളെ തൊടുകയോ അതിന്റെ സലൈവാവുകയോ നനവോടുകൂടെ തൊടുകയോ ചെയ്താൽ 7 പ്രാവശ്യം കഴുകണം, അതിലൊന്ന് മണ്ണിട്ട വെള്ളം കൊണ്ടാവണമെന്ന് മസല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ജീവിക്ക് വെള്ളം കൊടുത്ത് ഒരു വ്യഭിചാരി പെണ്ണിന് അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്, നായക്ക് വെള്ളം കൊടുത്തിട്ട്. അത് അള്ളാഹു പടച്ച സൃഷ്ടിയാണ്. അങ്ങനെയാ, ചില സൃഷ്ടികൾ അങ്ങനെയാണ്. പാമ്പ് അത് കടിക്കുന്നതാണ്. ഹിംസ്ര ജന്തുക്കളുണ്ട് അള്ളാഹുവിന്റെ ഭൂമിയിൽ. ആ ജീവി അങ്ങനെ ആയത് ആ ജീവിയുടെ കുറ്റമല്ല. അങ്ങനത്തെ ഒരു നായ കിടന്നുറങ്ങിയിട്ട് പോലും അവിടെ വഹി വന്നിട്ടില്ല എങ്കിൽ ബുദ്ധിയും വിശേഷ ബുദ്ധിയും അറിവും തൻ്റെ ഇടവുമുള്ള മനുഷ്യ മക്കളെ മുസ്ലിം കുടുംബങ്ങളിൽ തിന്മകൾ ചെയ്ത് കിടന്നുറങ്ങുമ്പോ പാതിരാവിൽ വന്ന് കയറി വീടിന്റെ വാതിൽ തുറന്ന് കയറി കൂർക്കം വലിച്ചുറങ്ങുമ്പോ അള്ളാഹുവിന്റെ വേണ്ടി ഒരു ചിന്ത പോലും ഇല്ലാതെ നിസ്കാരം പോലും നഷ്ടപ്പെടുത്തി കഴിയുമ്പോ ആ വീട്ടിലേക്ക് എങ്ങനെയാണ് റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരിക? തൗബ ചെയ്യാതെ പശ്ചാത്തപിക്കാതെ നന്നാവണമെന്ന തോന്നലില്ലാതെ വന്നാൽ എപ്പോഴാണ് മലക്കുൽ മൗത്ത് നമ്മളെ വിളിച്ചുകൊണ്ടുപോകുന്നത് എന്ന് ആർക്കറിയാം? അറഫ മൈതാനിയിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികൾക്ക് അവസാനത്തെ അന്ത്യപ്രഭാഷണം ചെയ്യുമ്പോൾ അവിടുത്തെ ഫെയർവെൽ സ്പീച്ച്, അവസാനത്തെ പ്രഭാഷണം, ആ പ്രഭാഷണം നബി തങ്ങൾ നടത്തുമ്പോൾ അവിടത്തേക്ക് 62 വയസ്സാണ് പ്രായം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 62 വയസ്സ് നബിക്ക് പ്രായമാകുമ്പോൾ ശരീരത്തിൽ കുടവയറ് നബി തങ്ങൾക്കില്ലായിരുന്നുവെന്നാണ് ചരിത്രം. ആരോഗ്യം, പൂർണ്ണ ആരോഗ്യവാനാണ്. ഒരു പല്ല് പോലും പൊഴിഞ്ഞു പോയിട്ടില്ല. താടിയിലും തലയിലുമായി 20ഓളം രോമങ്ങളെ നബി തങ്ങൾക്ക് നരച്ചിട്ടുള്ളൂ 62 വയസ്സായപ്പോ. എന്നിട്ടും നബി തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഇസ്മഊനി, എന്നെ കേൾക്കണമേ, ലഅല്ലി ലാ അൽഖാകും ഫീ മഖാമി ഹാദാ ബഅദ ആമി ഹാദാ. ഈ ഒരു കൊല്ലത്തിന് ശേഷം ഈ സ്ഥാനത്ത് വെച്ച് ഇനി ഒരിക്കലൂടെ നിങ്ങളെ കണ്ടുമുട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കണേ, ശ്രദ്ധിച്ചു കേൾക്കണേ. ഇനി ഒരിക്കലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകുമോ എന്നറിയില്ല. യൂഷിക്കു അൻ യഅ്തിയനി റസൂലു റബ്ബി, മരണത്തിന്റെ ദൂതനായ മലക്ക് എന്നെ സമീപിക്കാൻ സമയമായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുമായിരുന്നു, ഞാനൊരു കാലെടുത്ത് വെക്കുമ്പോൾ അടുത്ത കാല് വെക്കുന്നതിന് മുമ്പ് ഞാൻ മരിക്കുമോ എന്ന് ഞാൻ പേടിക്കാറുണ്ട്. നമ്മൾ ചിന്തിക്കാറുണ്ടോ അത്? അള്ളാഹു നമുക്ക് ദീർഘായുസ് നൽകട്ടെ, ആയുസ്സിൽ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ, ദീർഘായുസ്സും സലാമത്തും ഈമാനും തഖ്വയും അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വജസാഹും ബിമാ സബറൂ ജന്നതൻ വഹരീറാ. ക്ഷമിച്ചതിന്റെ പേരിൽ എപ്പോഴാ ക്ഷമിക്കാന്നറിയോ? കൂട്ടുകാര് മുഴുവനും അത് ചെയ്യുമ്പോ അത് ചെയ്യാതെ പിടിച്ചു നിൽക്കണമെങ്കിൽ ക്ഷമ വേണ്ടി വരും. കൂട്ടുകാരികൾ മുഴുവനും തലയിലെ സ്കാഫ് ഊരുമ്പോ, ഊരിക്കളഞ്ഞ് മുടി കാണിച്ച് നടക്കുമ്പോ, ഒരു പെണ്ണ് മാത്രം ഹിജാബ് ഇട്ട് നടക്കുമ്പോൾ അവൾക്ക് നല്ല ക്ഷമ വേണ്ടി വരും. കൂട്ടുകാര് മുഴുവനും ഗേൾഫ്രണ്ടുമായി നടക്കുമ്പോ എനിക്കതില്ല എന്ന് പറയുമ്പോ, നീ എന്താ, നീ മറ്റേതെങ്കിലും ജാതിയാണോ എന്ന് ചോദിക്കുന്നവരുണ്ട് ഇന്ന്. ഒരു പെൺകുട്ടിക്ക് ഒരു ഗേൾഫ്രണ്ട് ഇല്ല എന്ന് പറയുമ്പോ, നീ മറ്റേതെങ്കിലുമാണോ, സ്വർഗഭോഗിയാണോ എന്ന് ചോദിക്കുന്ന പെൺകുട്ടികളുണ്ട്. എത്ര വലിയ ദുരന്തമാണ് രാജ്യത്തിന്, നാടിൽ, നമ്മുടെ ചിന്തകളിൽ വരുന്ന ഈ മാറ്റങ്ങൾ നമ്മുടെ ഈമാനിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈമാനിന്റെ മതിൽ വന്ന് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്.
അത്രക്ക് കടുത്ത ഈമാനുള്ളവർക്ക് മാത്രം പിടിച്ചു നിൽക്കാൻ കഴിയുന്ന കാലം തങ്ങൾ പറയുമായിരുന്നു, അജ്റുൽ ആമിലി ഫീഹിം കഅജ്രി 50. ആ കാലഘട്ടത്തിൽ അമല് ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു 50 ആളിന്റെ കൂലി കൊടുക്കും. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, നബിയേ 50 മിൻഹും, ആ അവസാന കാലഘട്ടത്തിലെ അവരിൽപ്പെട്ട 50 ആളിന്റെ കൂലിയോ? ഖാല ലാ, അല്ല, 50 മിൻകും, നിങ്ങളിൽ 50 സ്വഹാബിന്റെ കൂലിയാണ്. അന്ന് നിസ്കരിക്കുന്ന ഒരാൾക്ക് 50 സ്വഹാബി നിസ്കരിച്ച കൂലി ഒരാൾക്ക്, 50 സ്വഹാബി നോമ്പെടുത്ത കൂലി ഒരു നോമ്പെടുക്കുന്നവന്. അങ്ങനത്തെ കൂലി അല്ലാഹു കൊടുക്കുന്നത് എന്തുകൊണ്ട് നബിയേ എന്ന് ചോദിച്ചപ്പോ, സ്വഹാബികളെ, നിങ്ങളുടെ കൂടെ നന്മ ചെയ്യാൻ ആളുകളുണ്ട്, നിങ്ങളുടെ കൂടെ നന്മയ്ക്ക് സഹായിക്കാൻ ആളുകളുണ്ട്. വാങ്ക് വിളിച്ചാൽ നിങ്ങൾ എല്ലാം ജമാഅത്തിനെത്തുന്നവരാണ്. എന്നാൽ ഇനിയൊരു കാലഘട്ടം വരും, നിസ്കരിക്കാൻ കൂടെ ഉള്ളവർ വരില്ല. ഒരാൾ ഒറ്റക്ക് പോയി നിസ്കരിക്കേണ്ടി വരും. നോമ്പെടുക്കാൻ ആളുകളില്ല, കൂടെ ഒറ്റക്ക് പോകേണ്ടി വരും. ഗേൾഫ്രണ്ട് ഇല്ലാത്തൊരു ബോയ് പോലുമില്ല, ഒറ്റക്ക് നടക്കുന്നവനായിരിക്കും അവര്. ബോയ് ഫ്രണ്ട് ഇല്ലാത്തൊരു ഗേളുമില്ല, ആ ഗേൾ ഒറ്റക്ക് നടക്കേണ്ടി വരും. 50 സ്വഹാബിയത്തിന്റെ കൂലി ആ പെണ്ണിന് അല്ലാഹു നൽകും, ആ പെൺകുട്ടിക്ക് അല്ലാഹു നൽകും. ആ ക്യാമ്പസിൽ ആ പെണ്ണ് ക്ഷമിച്ചു നടക്കേണ്ടി വരും. വജസാഹും ബിമാ സ്വബറൂ ജന്നതൻ വഹരീറാ. അല്ലാഹു തആല സിൽക്കും പട്ടും പവിഴങ്ങളും രത്നങ്ങളുമുള്ള സ്വർഗ്ഗലോകം അവർക്ക് നൽകുന്നു. കാരണം പറഞ്ഞത് ബിമാ സ്വബറൂ, ക്ഷമിച്ചത് കാരണം. ക്ഷമ എളുപ്പമല്ല മുഅ്മിനെ. അല്ലാഹുമ്മ ജഅൽനാ മിനസ് സ്വാബിരീൻ, അല്ലാഹുമ്മ ജഅൽനാ മിനസ് സ്വാബിരീൻ. അതുകൊണ്ട് നമ്മൾ നന്നാവണമെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആദ്യമായി വേണ്ടത് മഅരിഫത്തുല്ലാഹ്, അല്ലാഹുവിനെ ശരിക്കും മനസ്സിലാക്കുക. അല്ലാഹു ആരാണെന്ന് ശരിക്കും മനസ്സിലാക്കിയാലേ, നമ്മൾ രക്ഷിതാവിനെ സംബന്ധിച്ച് അറിഞ്ഞാലേ നമ്മൾ അല്ലാഹുവിനെ സംബന്ധിച്ച് അനുസരിക്കുള്ളൂ. പടച്ചവൻ അനുസരിക്കണമെങ്കിൽ അല്ലാഹുവിനെ അറിയണം, അല്ലാഹുവിനെ അറിയണം. فيا عجبا كيف يعصى الإله أم كيف يجحده الجاحد ولله في كل تحريكة وفي كل تسكينة شاهد وفي كل شيء له آية تدل على أنه واحد فيا عجبا അത്ഭുതമേ അത്ഭുതം. കൈഫ യുഅ്സൽ ഇലാഹ്, എങ്ങനെയാണ് പടച്ചവനെ അനുസരിക്കാതിരിക്കുക? ഒരു ഫോണാവട്ടെ, ഞാൻ ഐപാഡ് ആവട്ടെ, ഒരു വാച്ച് ആവട്ടെ, ഇത് വെറുതെ ഉണ്ടായി എന്ന് പറയോ? ഒരു വാച്ച് വെറുതെ ഉണ്ടായി എന്ന് പറയോ? ഇത് വെറുതെ ഉണ്ടായതാണ്, ഇങ്ങനെ മുളച്ചതാണ്, ആരെയും പറയോ? ഇല്ല. എന്തേ? അതൊരാൾ ഉണ്ടാക്കിയതാണ്. ആപ്പിൾ വാച്ചാണ്, അപ്പോൾ സ്റ്റീവ് ജോബ്സിന്റെ കമ്പനി ഉണ്ടാക്കിയതാണ്. നിങ്ങൾ പോയി കണ്ടോ ആ ഉണ്ടാക്കിയ ആളെ? ഇല്ല. എന്നാൽ ഇത് ഉണ്ടാക്കിയ ഒരാളുണ്ട് നിങ്ങൾ പറയണില്ലേ? ഉണ്ട്. ആളെ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ ആൾ വേണം, ഉണ്ടാക്കിയ ആൾ വേണം. ഫോൺ ഇത് വെറുതെ ഉണ്ടായി, ഒരു ഫോൺ വെറുതെ ഉണ്ടായി എന്ന് പറയോ? ഇല്ല. ഇതുണ്ടാക്കിയതല്ലേ, മാനുഫാക്ചർ ചെയ്തല്ലേ. അത് എവിടെ നിന്നാണ്? അത് UK നിന്ന് ഉണ്ടാക്കിയതാണോ, ഓസ്ട്രേലിയയിൽ നിന്നാണോ, ചൈനയിൽ നിന്നാണോ, ജപ്പാനിൽ നിന്നാണോ? ഇതൊക്കെ വേറെ ചർച്ചയാണ്. ഇത് ഒരാൾ ഉണ്ടാക്കിയോ? ഉണ്ടാക്കി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കയ്യിലെ ഫോൺ ഉണ്ടാക്കിയാൽ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും ഉണ്ടാക്കിയ മാനുഫാക്ചർ കമ്പനി വർക്ക് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ഫോൺ ഉണ്ടാക്കുന്ന കമ്പനി വർക്ക് ചെയ്ത ആരെങ്കിലും ആ ഫോൺ കൈ പിടിച്ചിരിക്കുന്നുണ്ടോ അവിടെ? ഉണ്ടോ? വെറുതെ തലയും മാത്രം ഞാൻ വിചാരിച്ച ഫോൺ കമ്പനി വർക്ക് ചെയ്യാണെന്ന്. അപ്പോ ഇല്ല, നമ്മൾ കണ്ടിട്ടില്ല. കണ്ടതേ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ എത്ര മണ്ടത്തരമാണ്. നമ്മൾ കാണാതില്ലേ ഇപ്പൊ വിശ്വസിക്കുന്നത്? ഉണ്ടാക്കിയൊരു മാനുഫാക്ചർ ഉണ്ട്, ഒരു ഫാക്ടറി ഉണ്ട്, ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ല. എന്നിട്ട് പറയാണ്, ഈ നിൽക്കുന്ന തടി ഇത് വെറുതെ ഉണ്ടായതാ, ഈ തടികളൊക്കെ വെറുതെ ഉണ്ടായതാ, ഈ തലച്ചോറ് അങ്ങനെ വെറുതെ കുറച്ച് ഇലക്ട്രോ മാഗ്നറ്റിക്, അവിടെ ഇങ്ങനെ കുറച്ച് ഇലക്ട്രോണുകൾ ഇങ്ങനെ ബൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതൊക്കെ തന്നെ അവിടെ നടക്കണുള്ളൂ. യു ആർ നോട്ട് എ പ്രോപ്പർ ബയോളജിക്കൽ ഹ്യൂമൻ ബീയിങ്, നമ്മൾ മറ്റെന്തോ ആണ്. അജബൻ, അത്ഭുതമേ, പടച്ചോനില്ല എന്ന് പറയുകയോ? എന്ത് കഥ! ഇന്നിപ്പോൾ ഇതിനാണ് ഇപ്പോൾ ആൾക്കാർ ഫേസ്ബുക്ക് പേജിലൊക്കെ ഈ ദൈവനിഷേധത്തിന്റെ പേജിലൊക്കെ വെറുതെ കയറി കൂടും. ഒന്ന് ചങ്ങാതിമാരെ, ഈമാൻ നഷ്ടപ്പെടുത്തണ്ട. ഇങ്ങനെ പടച്ചോനില്ല എന്ന് കഴിഞ്ഞ ഒരു 100 കൊല്ലത്തെ ഏറ്റവും വലിയ തിസീസുകൾ സമർപ്പിച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ ഇന്ന് മുസ്ലിമല്ല. അദ്ദേഹം തൻ്റെ ദൈവനിഷേധം ഒഴിവാക്കിയിട്ട് അദ്ദേഹം
അദ്ദേഹത്തിൻ്റെ ഒരു author of the book There Is a God. In one of the എന്താ പേര് ആന്റണി ഫ്ലൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കഴിഞ്ഞ ഒരു 100 കൊല്ലം യുക്തിവാദികൾ ഉദ്ധരിച്ചത് മുഴുവൻ ആന്റണി ഫ്ലൂവിൻ്റെ പുസ്തകങ്ങളാണ്, അയാളുടെ ഉദ്ധരണികളാണ്. പടച്ചോനില്ല എന്ന് പറയാൻ. അദ്ദേഹത്തിന് 90 വയസ്സ് കഴിഞ്ഞപ്പോൾ അയാൾക്ക് തിരിഞ്ഞു പടച്ചോനുണ്ട്. എന്നിട്ട് അദ്ദേഹം ഒരു പുസ്തകം, ഒരു കോറൈറ്ററാണ്, അദ്ദേഹത്തിന് വേറെ ഒരു കോറൈറ്റർ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട്. There is a God. പടച്ചവൻ ഉണ്ട്. ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കി തെറ്റ്. എപ്പോഴേ പറയണമെന്നറിയോ? ചെറുപ്പം മുതൽ പറഞ്ഞു തുടങ്ങിയതാ പടച്ചവൻ ഇല്ല. എന്നിട്ട് ഈ മനുഷ്യനെ തിരിഞ്ഞപ്പോഴേക്കും 90 കൊല്ലം എടുത്തു. നമ്മൾ ഓരോരുത്തരും ഈ കുഴി ചാടിയിട്ട് തന്നെ കയറണോ? അവിടെ കുഴി ഉണ്ടെന്ന് ബോർഡ് വെച്ചാൽ മനസ്സിലാക്കിയാൽ പോരെ? അവിടെ തന്നെ ചാടിയിട്ട് കയറി പോരണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹം ഇപ്പൊ ഒരു പുസ്തകം എഴുതി, There is a God. നോൺ എഴുതിയത് വെട്ടിയിട്ട് There is a God. ആന്റണി ഫ്ലൂ. ഇത്ര വലിയ യുക്തിവാദികളുടെ നേതാക്കന്മാരുടെ നേതാവ് അദ്ദേഹം. അയാളിപ്പോ ദൈവനിഷേധം ഒഴിവാക്കി പടച്ചവനുണ്ട് എന്ന് തിരുത്തി പറഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് എത്ര മനുഷ്യന്മാർ ഇയാളെ ബടായും കേട്ട് ഇസ്ലാമെന്നും ദീനെന്നും പുറത്തുപോയി മരിച്ചു പോയിട്ടുണ്ടാവും. അയാൾക്കിപ്പോൾ തിരിഞ്ഞു, ഞാൻ പറഞ്ഞ തെറ്റായിരുന്നു. തിരിഞ്ഞപ്പോഴേക്കും 90 കൊല്ലം കഴിഞ്ഞു. ആലോചിക്കണം. ഈ അബദ്ധത്തിലേക്കാണ് ചില രാഷ്ട്രീയ സംഘടനകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അബദ്ധത്തിലേക്കാണ് ചില ചിന്താധാരകൾ നമ്മുടെ മക്കൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, പടച്ചവനില്ല എന്ന് പറയിപ്പിക്കാൻ. ആ ഒരു ദുരന്തത്തിൽ നമ്മൾ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ, മക്കളെ, എൻ്റെ രക്ഷിതാക്കളെ, എൻ്റെ ചെറുപ്പക്കാരെ, നമുക്ക് നഷ്ടമാകുന്നത് ദുന്യാവിലൊരു ചിന്താവാദമായിരിക്കില്ല, സ്വർഗമായിരിക്കും. നരകത്തിൽ കാലാകാലം കിടക്കേണ്ട ഒരു അകാബിലേക്കാണ് നമ്മൾ പോകുന്നത്. അള്ളാഹു അങ്ങനെയാണ് നമ്മോട് താക്കീത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കി, വലില്ലാഹി ഫീ കുല്ലി തഹരീകത്തിൻ വഫീ കുല്ലി തസ്കീനത്തിൻ ഷാഹിദു. ഓരോ സാധനങ്ങൾ അനങ്ങുമ്പോഴും അനങ്ങാതിരിക്കുമ്പോഴും അള്ളാഹു ഉണ്ട് എന്ന് വിളിച്ചു പറയുന്ന ലക്ഷ്യങ്ങളല്ലയോ അത്. വഫീ കുല്ലി ഷൈഇൻ ലഹു ആയത്തുൻ തദുല്ലു അലാ അന്നഹു വാഹിദു. വഫീ കുല്ലി ഷൈഇൻ ലഹു ആയത്തുൻ തദുല്ലു അലാ അന്നഹു വാഹിദു. സൂര്യൻ അസ്തമിക്കുന്നത്, സൂര്യഗോളം 1,00,000-ലേറെ ഭൂമിനെ ഉള്ളിൽ വെച്ച സ്ഥലമുണ്ട് സൂര്യൻ്റെ ഉള്ളിൽ നിന്ന്. 1,00,000 ഭൂമി, മമ്പാട്ടങ്ങാടിൻ്റെ 10 ഇരട്ടിയല്ല. ഈ ഭൂമി മൊത്തം എടുത്തിട്ട് 1,00,000 ഭൂമിയെ കൊണ്ടുപോയിട്ടാൽ സൂര്യൻ്റെ ഉള്ളിൽ കൊള്ളാൻ സ്ഥലമുണ്ട്. ആ സൂര്യനെ നമ്മളൊരു ചെറിയ വട്ടത്തിൽ കാണുന്നത് അല്ലേ? ഈ സൂര്യപ്രകാശം ഭൂമിയിലേക്ക് വരുന്നു, നമ്മുടെ ചെടികളിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നു, നമ്മുടെ ജീവജാലങ്ങൾക്ക് എല്ലാം അസ്തിത്വം അല്ലാഹു അരുളുന്നു. ബഹുമാനപ്പെട്ട അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, മാനതങ്ങൾ അവറുകൾ നമ്മുടെ സദസ്സിലേക്ക് വരികയാണ്. വെള്ളൂർ മാനതങ്ങൾ അവറുകൾ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. വലില്ലാഹി അതെ, നമുക്ക് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തങ്ങൾ അവറുകൾ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. ليس بأمانيكم ولا أماني أهل الكتاب من يعمل سوءا يجز به ولا يجد له من دون الله وليا ولا نصيرا. അള്ളാഹുവിൻ്റെ ഓരോ ദൃഷ്ടാന്തവും നിങ്ങളുടെ ഓരോ ശരീരകോശത്തിലും നിങ്ങളുടെ അനക്കത്തിലും അടക്കത്തിലും ഇല്ലയോ? സ്പൈൻ, തലച്ചോറിലേക്ക് പോകുന്ന ഞരമ്പുകൾ സ്പൈനിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒരു ഞരമ്പിന് ചെറിയൊരു ഡാമേജ് വന്നാൽ നമ്മുടെ അരക്ക് താഴെ അനക്കല്ല എന്ന് പറയും അല്ലേ? സ്ട്രോക്ക് സംഭവിക്കും, ശരീരം തളർന്നു പോകും, കണ്ണിൻ്റെ കാഴ്ച പോകും. ഒരു വിരലിനൊരു പ്രശ്നം വന്നാൽ തലച്ചോറിൽ അതിൻ്റെ അറ്റാക്ക് വരും. എന്താണ് നമ്മുടെ ശരീരം? അത്ഭുതങ്ങളുടെ കലവറയല്ലേ? അത്ഭുതങ്ങളുടെ കലവറയാണ്. എല്ലാറ്റിനും അല്ലാഹു നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങൾ തന്നിട്ടില്ലയോ? കോടിക്കണക്കിനല്ല ബില്യൺ കണക്കിന് നക്ഷത്ര പ്രകാശവർഷങ്ങൾക്കപ്പുറം 26 ബില്യൺ പ്രകാശവർഷങ്ങൾക്കപ്പുറം കിടക്കുന്ന നക്ഷത്രങ്ങളെ മനുഷ്യരിന്ന് കണ്ടെത്തി കഴിഞ്ഞു. 26 ബില്യൺ പ്രകാശവർഷം. 1000-10 ലക്ഷങ്ങൾ കൂടുമ്പോഴാണ് ഒരു ബില്യൺ ആവുക. 1000-10 ലക്ഷം കൂടുമ്പോൾ ഒരു ബില്യൺ ആവും. അങ്ങനെ 26 ബില്യൺ കൊല്ലം
ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്ന സാധനം സഞ്ചരിച്ചു തുടങ്ങിയാൽ എത്തുന്ന കിലോമീറ്റർ എത്രയോ, അതാണ് 26 ബില്യൺ പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ. ആകാശത്തേക്ക് കിലോമീറ്റർ കൂട്ടൂല, മേലോട്ട് കിലോമീറ്റർ വളരെ കുറഞ്ഞ ദൂരം. നമ്മൾ ഫ്ലൈറ്റൊക്കെ പോകുന്നതിന് 12-11 കിലോമീറ്റർ ഹൈറ്റിലേ പോകുള്ളൂ. വലിയ ഫ്ലൈറ്റ് ഡബിൾ ഡെക്കർ 380 എന്നൊക്കെ പറയുന്ന ഡബിൾ ഡെക്കർ ഫ്ലൈറ്റൊക്കെ പോകുന്നത് 11-11.5 കിലോമീറ്റർ ഹൈറ്റിലാണ്. അപ്പോൾ നമ്മൾ എക്സ്പ്രസ്സൊക്കെ പോകുക അതിന് താഴെ ഇരിക്കും. ഇത്ര ഹൈറ്റിലേ പോകുള്ളൂ, അതിനപ്പുറത്തേക്കൊന്നും അളക്കാൻ പറ്റില്ല. പിന്നെ 85 കിലോമീറ്റർ വരെ ഓക്സിജൻ കിട്ടും, അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകേണ്ടി വരും. ഇങ്ങനെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ് വളരെ അത്ഭുതമാണ്. മേലോട്ട് കണക്ക് കൂട്ടുമ്പോൾ പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം ആണ് കണക്കാക്കുക. ഒരു സൂര്യപ്രകാശം, നമ്മളിപ്പോൾ നേരം വെളുത്ത് വെളിച്ചമുണ്ട് എന്ന് പറയും, ഇന്ന് മഴക്കാറാന്ന് പറയും. സൂര്യപ്രകാശം എന്ന് പറഞ്ഞ സാധനം യാത്ര ചെയ്യുന്ന സാധന, അതിൻ്റെ അത്ര സ്പീഡുള്ള സാധനം ലോകത്ത് വേറെയില്ല. അതുകൊണ്ടാണ് വദ്ദുഹ, സൂര്യപ്രകാശത്തെ തന്നെയാണ് സത്യം എന്ന് ഖുർആൻ. വശംസി വദ്ദുഹാഹ, സൂര്യനെ തന്നെയാണ് സത്യം, അതിൻ്റെ പ്രഭയെ തന്നെയാണ് സത്യം. സൂര്യപ്രകാശം വലിയ അത്ഭുതം. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. ഒരു സെക്കൻഡിൽ 3 കിലോമീറ്റർ അല്ല, നമുക്ക് വടവർത്തെത്താൻ പറ്റും. സെക്കൻഡിൽ 3 കിലോമീറ്റർ അല്ല, 3 ലക്ഷം കിലോമീറ്റർ ഒരു സെക്കൻഡിൽ പോകുന്ന സാധനം. ആ സാധനം ഒരു കൊല്ലം സഞ്ചരിച്ച എത്ര ദൂരം പോകും? ഒരു സെക്കൻഡിൽ 3 ലക്ഷം. അപ്പോൾ ഒരു മിനിറ്റ്, ഒരു മണിക്കൂർ, ഒരു ദിവസം, ഒരാഴ്ച, ഒരു മാസം, ഒരു കൊല്ലം, അത് 10 ലക്ഷം കൊല്ലം യാത്ര ചെയ്താൽ എത്ര ദൂരം പോകും? അങ്ങനത്തെ ഒരു 1000-10 ലക്ഷം കൊല്ലം കണക്കൂട്ടുക. അങ്ങനത്തെ ഒരു 26 ബില്യൺ കൊല്ലങ്ങൾ ഈ സ്പീഡിൽ സാധനം പോയാൽ എത്തുന്ന ദൂരം അവിടെ നക്ഷത്രമുണ്ട്. എന്നിട്ട് മനുഷ്യന്മാർ ഇതൊക്കെ വെറുതെ ഉണ്ടായതാണ്, ഇതിനൊന്നും സൃഷ്ടിപ്പ് ചെയ്ത ആരുമില്ല, ഇതൊക്കെ ഇങ്ങനെ സ്വയംഭൂവാണ്, ഇത്ര വലിയ വിഡ്ഢിത്തം ആരാ എന്ന് ലോകത്ത് പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് ഇവരെ പറ്റി പറയാൻ ബുദ്ധിജീവികളാണ്. അതിന് സിന്ദാബാദ് വിളിക്കാൻ കുറെ ശരി തന്നെയാണ്, എന്തായാലും കുഴപ്പമെന്ന്. ഈ പറയുന്ന കുഴപ്പം എന്താന്ന് പറഞ്ഞ അപ്പം എന്ന് പറഞ്ഞ ആളില്ലേ, ആ മനുഷ്യൻ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? അയാളാണോ, അയാൾ ഉണ്ടാക്കിയതാണോ? അല്ല, ഉമ്മയപ്പയാണോ ഉണ്ടാക്കിയത്? അവരതിന്റെ ചെറിയൊരു കാരണം മാത്രമാണ്. ഒരു കുഞ്ഞിനെ ഉണ്ടാക്കുന്നത് ഉമ്മയാണോ? അങ്ങനെ ഉമ്മാക്ക് തീരുമാനിക്കല്ലോ കുട്ടിന്റെ ചെറുക്കൊക്കെ. ഉമ്മാക്കൊന്നും ചെയ്യാൻ പറ്റൂല. പാപ്പക്ക് ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ ഉമ്മാരെ എല്ലാ കുട്ടികളും ചെറുക്കുള്ള കുട്ടികളായിട്ടല്ലേ പുറത്ത് കിടക്കുള്ളൂ. അങ്ങനെയല്ലല്ലോ സംഭവിക്കണത്. ഉണ്ടാക്കുന്നത് ഉമ്മയും വാപ്പയല്ല, അതിന്റെ സബബ് മാത്രമാണ്. ആ സബബ് അള്ളാഹ് ഉണ്ടാക്കിയതാണ്. അപ്പൊ ഉമ്മയും വാപ്പയല്ല നമ്മൾ ഉണ്ടാക്കിയത്, നമ്മളും അല്ല. പിന്നെ ആരാ? വേറെ ആരോ ആണ്. ആ ആളെ പേരാണ് അല്ലാഹു ജല്ല ജലാലുഹു, പടച്ചവനാണ്. ഇതൊന്നല്ലെങ്കിൽ നാളെ അവർക്ക് വിളിച്ചു പറയേണ്ടി വരും. അല്ലെങ്കിൽ തെളിവില്ലല്ലോ ആരുണ്ടാക്കി. അള്ളാഹുവിന്റെ ലോകമാണിത്. ആ റബ്ബിനെ നിങ്ങൾ എങ്ങനെ നിഷേധിക്കുന്നു? ഫീ കുല്ലി ഷൈഇൻ ലഹു ആയത്തുൻ തദുല്ലു അലാ അന്നഹു വാഹിദു. അവൻ ഏകനാണ്, ഒരു പടച്ചവനേ ഉള്ളൂ. ഒരു രാജ്യത്തിന് ഒരു പ്രസിഡന്റ്, ഒരു പ്രധാനമന്ത്രി, ഒരു സ്റ്റേറ്റിന് ഒരു മുഖ്യമന്ത്രി, ഒരു രാജാവ് ഒരു നാടിന്, 2 രാജാവ് ഒരു നാടിന്, അങ്ങനെ പറ്റുമോ? ശരിയാവില്ല. ഒന്ന്, അള്ളാഹു ഒന്നാണ്, അവൻ വാഹിദാണ്. റബ്ബിന്റെ വഹ്ദാനിയത്തെ വിളിച്ചു പറയുന്ന ഒരു പടച്ചവനുണ്ട് എന്ന് ചെറിയ ചെടിയുടെ ഇലകൾ പോലും പറയുന്നില്ലയോ? നിങ്ങൾ ശ്വസിക്കുന്ന ശ്വാസം പറയുന്നില്ലേ? നിങ്ങളുടെ കണ്ണുകളും ബ്രെയിനും തലച്ചോറും ശരീരവും വിളിച്ചു പറയുന്നില്ല?